കേരളത്തിലെ മാധ്യമങ്ങൾ കഴിഞ്ഞ കുറച്ച് ദിവസമായി ചർച്ച ചെയ്യുന്നു. കണ്ടോ, കണ്ടതെന്തിനാണ്, എന്താ? എം.ആർ. അജിത് കുമാർ ദത്താത്രേയ ഹൗസബളെയും രാം മാധവിനെയും മോഹൻ ഭാഗവതിനെയും കണ്ടു, സംസാരിച്ചു എന്ന വെളിപ്പെടുത്തലുകൾ. കണ്ടാൽ എന്താ എന്ന് ആദ്യം ചോദിച്ചത് പാർട്ടി സെക്രട്ടറിയാണ്. കണ്ടാൽ കുഴപ്പമില്ലാത്തത് കൊണ്ടാണ് കൊല്ലമൊന്നു കഴിഞ്ഞിട്ടും അജിത് കുമാർ അജയ്യനായിരിക്കുന്നത് എന്ന് പിന്നെ നമ്മളൊക്കെ മനസ്സിലാക്കി. ഇന്നിപ്പോൾ BJP-ക്കാർ ജനസംഘം കാലത്തെ സംഘബന്ധുക്കളാണ് കമ്മ്യൂണിസ്റ്റുകളെന്ന് തുറന്നു പറയുന്നു. ഇപ്പോഴാണ് ഈ ഐത്തം പറയുന്നത് ഉള്ളാലത് ഇല്ല എന്നും. കണ്ടാൽ എന്താ അല്ലേ? ആണ്ടകാലം മുതൽ അളിയന്മാരോ? രണ്ടാൾക്കും കൊള്ളുന്നില്ലെങ്കിൽ നമുക്ക് പിന്നെന്താ? കോൺഗ്രസിലുമുണ്ടോ കൂട്ടുകാർ? ഈ ചോദ്യങ്ങളാണ് സൂപ്പർ പ്രൈം ടൈം ഇന്ന് വിശദമായ ചർച്ചയ്ക്ക് മുന്നോട്ട് വെക്കുന്നത്. നമ്മളോടൊപ്പം അതിഥികൾ ചേരും. BJP-യിൽ നിന്ന് ശ്രീ സന്ദീപ് വാര്യർ, കോൺഗ്രസിൽ നിന്ന് അഡ്വക്കേറ്റ് അബിൻ വർക്കി, ഇടത് സഹയാത്രികൻ അഡ്വക്കേറ്റ് BN ഹസ്കർ എന്നിവർ നമ്മളോടൊപ്പം ചർച്ചയിൽ തത്സമയം ചേരുന്നു. ആദ്യം ശ്രീ സന്ദീപ് വാര്യർ, ഇന്നിപ്പോൾ PS ശ്രീധരൻപിള്ള പറഞ്ഞ കുറേയേറെ കഥകൾ, കുറേയേറെ ഉദാഹരണങ്ങൾ ഒക്കെ നമ്മൾ കേട്ടു. യഥാർത്ഥത്തിൽ കേരളത്തിൽ ഉള്ളത് ഒരു മുഖംമൂടി മാത്രമാണ് എന്നാണ് അദ്ദേഹം പറയുന്നത്. ഇടത് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളെ മാത്രമല്ല, കോൺഗ്രസിനെ കുറിച്ചും അദ്ദേഹം അതുതന്നെയാണ് പറയുന്നത്. യഥാർത്ഥത്തിൽ ഇങ്ങനെ ഒരു RSS വിരോധം കേരളത്തിൽ CPM-നോ കോൺഗ്രസിനോ അവരുടെ പ്രത്യയശാസ്ത്രത്തിൽ ഉൾപ്പെടുന്നതല്ല എന്നുള്ളത് പറഞ്ഞു വെക്കുന്നു. ഇത് യഥാർത്ഥത്തിൽ അങ്ങനെയാണോ BJP അതിനെ മനസ്സിലാക്കുന്നത്? പലപ്പോഴും RSSനെ മനസ്സിലാക്കുന്നതിൽ കേരളത്തിലെ മാധ്യമപ്രവർത്തകർക്ക് അതല്ലെങ്കിൽ എതിരാളികൾക്കൊക്കെ സംഭവിച്ചിട്ടുള്ള വലിയ കുഴപ്പമുണ്ടെന്നേ ഞാൻ പറയൂ. RSS എന്ന് പറയുന്ന ഒരു വലിയ പ്രസ്ഥാനം, ഒരുപക്ഷെ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ സംഘടന, അതൊരു അംബ്രല്ല ഓർഗനൈസേഷനാണ്, കേവലമായിട്ടുള്ളൊരു സംഘടനയല്ല. രാജ്യത്തെ ഏറ്റവും വലിയ രാഷ്ട്രീയ പാർട്ടി, രാജ്യത്തെ ഏറ്റവും വലിയ തൊഴിലാളി സംഘടന, രാജ്യത്തെ ഏറ്റവും വലിയ വിദ്യാർത്ഥി സംഘടന, രാജ്യത്തെ ഏറ്റവും അധികം സ്കൂളുകൾ നടത്തുന്നത്, രാജ്യത്തെ ഏറ്റവും അധികം സേവന പ്രവർത്തനങ്ങൾ നടത്തുന്ന സേവാഭാരതി ഉൾപ്പെടെ കുട്ടികളുടെ സംഘടന, അതല്ലെങ്കിൽ വിവിധ മേഖലകളിൽ, സമൂഹത്തിൻ്റെ വിവിധ മേഖലകളിൽ ഏതൊക്കെ വിഭാഗങ്ങളുണ്ടോ അവരിൽ എല്ലാ വിഭാഗങ്ങളിലും ഉള്ള രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട സംഘടനകൾ മുഴുവൻ അഫിലിയേറ്റ് ചെയ്തിട്ടുള്ള ഒരു അംബ്രല്ല ഓർഗനൈസേഷനാണ് RSS എന്ന് പറയുന്നത്. സ്വാഭാവികമായിട്ടും RSSന്റെ ഒരു പ്രവർത്തന ശൈലിയും പദ്ധതിയും ഒക്കെ അത് മറ്റ് സംഘടനകളിൽ നിന്ന് വളരെ വ്യത്യസ്തമാണ്. അവർ ജനങ്ങളുമായിട്ട് ഇടപഴകുന്നത്, മറ്റുള്ളവരുമായി സമ്പർക്കം ചെയ്യുന്നത്, മറ്റുള്ളവരുമായി ബന്ധം സ്ഥാപിക്കുന്നത് ഒക്കെ വളരെ പ്രത്യേകതയോട് കൂടിയിട്ടാണ്. അതുകൊണ്ട് തന്നെയാണ് കഴിഞ്ഞ നിരവധി വർഷങ്ങളായിട്ട് ഈ രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഘടനയായിട്ട് അതിന് നിലകൊള്ളാൻ സാധിച്ചത്. ഇന്നേ വരെ ഒരു പിളർപ്പ് എന്നൊരു വാർത്ത പോലും നിങ്ങൾ സംഘടന കേട്ടിട്ടില്ല. അത് ആ സംഘടനയുടെ പ്രത്യേകതയാണ്. ആ സംഘടനയെക്കുറിച്ച് പഠിക്കാത്തതിൻ്റെ കുഴപ്പം കേരളത്തിലെ ഒരുപക്ഷെ മാധ്യമപ്രവർത്തകർക്കും മറ്റുള്ള ആളുകൾക്കൊക്കെ ഉണ്ട് എന്ന് കരുതുന്ന ഒരാളാണ് ഞാൻ. പഠിക്കുകയാണ് വേണ്ടത് ആ വിഷയം. ഇപ്പോഴും പല മാധ്യമപ്രവർത്തകർക്കും RSSന്റെ സംഘടനാ ശൈലിയെക്കുറിച്ച് പ്രത്യേകിച്ച് വ്യക്തമായ വിവരമൊന്നുമില്ല. അതിൻ്റെ പഠനത്തിൻ്റെ അഭാവമുണ്ട്. പലപ്പോഴും എതിരാളികൾ പറയുന്ന കാര്യങ്ങൾ വെച്ചുകൊണ്ട് RSSനെ അളക്കുകയാണ്. എതിരാളികൾ എന്തു പറയുന്നു അതിനെ പഠിച്ചുകൊണ്ട് RSSനെ അളക്കാൻ നിൽക്കുന്ന. ശ്രീ സന്ദീപ്, അങ്ങേക്ക് ആഭിമുഖ്യമുള്ള ഒരു സംഘടന എന്ന നിലയ്ക്ക് അങ്ങേക്ക് RSSനെ പറ്റി വലിയ കാര്യങ്ങൾ പറയാനുണ്ടാകും, ഒരുപക്ഷെ അനവധി കാര്യങ്ങൾ പറയാനുണ്ടാകും, മണിക്കൂറുകൾ നിർത്താതെ സംസാരിക്കാൻ കഴിയുമായിരിക്കും. ഞാൻ അങ്ങോട്ട് ചോദിച്ചത്, യഥാർത്ഥത്തിൽ CPM-ലോ CPI-ലോ കോൺഗ്രസിലോ ആശയപരമായി RSSനോട് രാഷ്ട്രീയ ഐത്തം ഇല്ല എന്നാണോ? ഇത് കേരളത്തിലെ പ്രത്യേക രാഷ്ട്രീയ സാഹചര്യത്തിൽ മാത്രം ഉണ്ടായ ഒന്നാണോ? അങ്ങനെയാണ് ഇന്ന് PS ശ്രീധരൻപിള്ള അവകാശപ്പെടുന്നത്. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചോദിച്ചത്. ഞാൻ അതിലേക്ക് വരാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആമുഖമായി ചില കാര്യങ്ങൾ പറഞ്ഞത്. ഞാൻ പറഞ്ഞല്ലോ, RSSന്റെ സംഘടനാ സംവിധാനത്തെക്കുറിച്ച് പഠിക്കാത്തതിൻ്റെ കുഴപ്പമാണത്. RSSന്റെ ചരിത്രത്തെക്കുറിച്ച് പഠിക്കാത്തതിൻ്റെ കുഴപ്പമാണത്. 47-ൽ കാശ്മീരിനെ ഇന്ത്യയോട് ലയിപ്പിക്കാൻ വേണ്ടി മഹാരാജ രഞ്ജിത് സിംഗിനോട് പോയി സംസാരിക്കാൻ വേണ്ടി അന്നത്തെ ഇന്ത്യ ഗവൺമെന്റ് ഏർപ്പാടാക്കുന്നത് അന്നത്തെ സർസംഘചാലകനായിരുന്ന പൂജനീയ ഗുരുജിയെയാണ്. അദ്ദേഹമാണ് മീഡിയേറ്റ് ചെയ്യുന്നത്. അങ്ങനെയാണ് കാശ്മീർ ഇന്ത്യയിലേക്ക് ലയിക്കുന്നത്. അതിൻ്റെയൊക്കെ ചരിത്രം അവിടെ കിടക്കുകയാണ്. അപ്പോൾ കാലാകാലങ്ങളിൽ ഗവൺമെന്റുകൾ, അന്ന് BJP ഭരിക്കുകയല്ല, ജനസംഘം ഭരിക്കുകയല്ല, അന്ന് ഭരിച്ചിരുന്ന സർക്കാരുകളൊക്കെ RSSുമായി സംസാരിച്ചിട്ടുണ്ട്. കാരണം RSS ഇന്ത്യയിലെ പ്രധാനപ്പെട്ട സംഘടനയാണ്. അതിൻ്റെ നേതാക്കൾ വളരെ ഇൻഫ്ലുവൻഷ്യലാണ്, സമൂഹത്തിൽ ജനങ്ങൾ അംഗീകരിക്കുന്നവരാണ്. ഇപ്പോൾ കേരളം ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ RSSന് ഉള്ള നെറ്റ്വർക്ക് അതല്ലെങ്കിൽ വിവിധ മേഖലകളിലുള്ള, ഇപ്പോൾ ഞാൻ ഉദാഹരണത്തിന് പറയാം, വിദ്യാഭ്യാസ മേഖലയിൽ ഒരുപക്ഷെ ക്രിസ്ത്യൻ മിഷണറിമാർ കഴിഞ്ഞാൽ കേരളത്തിൽ ഏറ്റവും അധികം വിദ്യാലയങ്ങൾ നടത്തുന്നത് ആരാണ്? RSS ആണ്. കേരളത്തിലെ ഏത് ഗ്രാമാന്തരങ്ങളിലെ RSSന് വിദ്യാലയങ്ങളില്ലാത്തത്? നിങ്ങൾ ആരെങ്കിലും അത് പഠിക്കാൻ ശ്രമിച്ചിട്ടുണ്ടോ? അപ്പോൾ സ്വാഭാവികമായിട്ടും വളരെ ഇൻഫ്ലുവൻഷ്യൽ ആയിട്ടുള്ള, സമൂഹത്തിൽ ആഴത്തിൽ വേരുകളുള്ള ഒരു സംഘടനയുടെ തലപ്പത്ത്, അതും രാജ്യത്ത് ആ സംഘടനയുടെ രണ്ടാമനായിട്ടിരിക്കുന്ന ഒരാളെ ചില ആളുകൾ പോയി കണ്ടിട്ടുണ്ടെങ്കിൽ അതിൽ ഒരു തെറ്റില്ല. ഒന്നാമത്തെ കാര്യം. രണ്ട്, നിങ്ങൾ ചോദിച്ചു CPM-ഉം കോൺഗ്രസും ഉൾപ്പെടെയുള്ള
അതിന്റെ പാർട്ടി എന്നുള്ള നിലയ്ക്ക് അവർ രാഷ്ട്രീയ പ്രസ്ഥാനം എന്നുള്ള നിലയ്ക്ക് ചിലപ്പോൾ അവർ പുറമേക്ക് പല കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടാവാം. പക്ഷെ ഈ നമ്മുടെ ഇന്ത്യൻ രാഷ്ട്രീയത്തിന്റെ പല ഗതിവിഗതികളിൽ പലപ്പോഴും RSSുമായി യോജിച്ച് നിന്നിട്ടുണ്ടല്ലോ, പല ഘട്ടങ്ങളിൽ യോജിച്ച് നിന്നിട്ടുണ്ടല്ലോ. അടിയന്തരാവസ്ഥയുടെ കാലഘട്ടത്തിൽ ഈ പുറത്തു നിൽക്കുന്നവർക്ക് മാത്രം കാണാനൊരു മുഖം മൂടി എന്നുള്ളതാണോ BJP മനസ്സിലാക്കുന്നത്? അങ്ങനെയാണോ? അല്ല, ഞങ്ങൾ ഒരിക്കലും ആ മുഖംമൂടി അണിഞ്ഞിട്ടില്ലല്ലോ. ഞാൻ ചോദിക്കുന്നത്, ചരിത്രത്തിന്റെ പല സന്ധികളിൽ ഇടതു പാർട്ടികളും കോൺഗ്രസും RSSന് അനുകൂലമായോ RSSനോട് ചേർന്നോ പ്രവർത്തിച്ചിട്ടുണ്ട് എന്ന് ശ്രീധരൻപിള്ള പറഞ്ഞു. ഇപ്പോഴും ആ ചേരാനുള്ള മനസ്സും ചേർന്ന് പ്രവർത്തിക്കാനുള്ള ബോധ്യവും രാഷ്ട്രീയമായ ഐത്തമില്ലാത്ത മനോഭാവവും അവർക്കുണ്ട് എന്നാണോ BJP മനസ്സിലാക്കുന്നത്? ഞാൻ മൂന്നാമത്തെ തവണ അങ്ങോട്ട് ചോദിക്കുന്നത്. ഞാനത് വരാം മാധു. രാഷ്ട്രീയമായിട്ടാണെങ്കിലും ഐത്തം കൽപ്പിക്കുന്നത് തെറ്റായിട്ടുള്ള കാര്യമാണ്. ഈ തൊട്ടുകൂടാത്തോർ തീണ്ടിക്കൂടാത്തോർ ദൃഷ്ടിയിൽപ്പെട്ടാൽ പോലും അത് പാപം കൽപ്പിക്കപ്പെടുന്നവരാണോ RSSകാർ? അങ്ങനെയല്ലല്ലോ. നോക്കൂ, കേരളത്തിന്റെ പ്രധാനപ്പെട്ട എല്ലാ മേഖലകളും ഇപ്പോൾ ഉദാഹരണത്തിന് P പരമേശ്വർജിയെ പോലെ ഒരു മഹാനായിട്ടുള്ള മനുഷ്യൻ വിടവാങ്ങിയ സമയത്ത് കേരളത്തിന്റെ മുഖ്യമന്ത്രി, ബഹുമാനായിട്ടുള്ള മുഖ്യമന്ത്രി എഴുതിയിട്ടുള്ള അനുസ്മരണം എന്താണ്? അത് നിങ്ങൾ വായിച്ചു നോക്കിയിട്ട്, ഹൃഷിതുല്യ ജീവിതം നയിച്ച ആളെന്നല്ല എഴുതിയത്. അപ്പോൾ P പരമേശ്വർജിയെ പോലെ ഹരിയേട്ടനെ പോലെ ഉള്ള മഹാമേരുക്കളായിട്ടുള്ള RSS പ്രചാരകന്മാർക്ക് കേരളത്തിൽ അംഗീകാരം കിട്ടിയിട്ടുണ്ട്. അവർക്ക് അംഗീകാരം കിട്ടാൻ കാരണം അവരോട് കാണിച്ചിട്ടുള്ള സമീപനം കൂടിയാണ്, ഞങ്ങൾ അങ്ങോട്ട് കാണിച്ചിട്ടുള്ള സമീപനം കൂടിയാണ്. അതിലെന്തിനാണ് നിങ്ങൾ ഈ RSS ഐത്തം കൽപ്പിച്ച് മാറ്റി നിർത്തപ്പെടേണ്ടവരാണ് എന്നൊരു നറേറ്റീവ് ഈ പുതുതലമുറ മാധ്യമപ്രവർത്തകർക്ക് മാത്രമേ ഉള്ളൂ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പഴയ കാലത്തെ നിങ്ങളുടെ സ്ഥാപനം മനോഭാവം മാധ്യമപ്രവർത്തകർക്ക് മാത്രമുണ്ട്. അതുകൊണ്ടാണ് അവർ ഈ കണ്ടെങ്കിൽ കണ്ടത് എന്തിനാണെന്ന് ആവർത്തിച്ച് ചോദിക്കുന്നത്, അല്ലേ? ഞാൻ ഒരു മിനിറ്റ് ഞാൻ പറയാം. ഉദാഹരണത്തിന് മാതൃഭൂമി, നിലയ്ക്കൽ സമരകാലത്ത് മാതൃഭൂമി എടുത്ത നിലപാടെന്താ? RSSന്റെ നിലപാടിനൊപ്പമായിരുന്നു. അങ്ങാടിപ്പുറം തളി ക്ഷേത്രത്തിന്റെ വിഷയത്തിൽ മാതൃഭൂമിയുടെ നിലപാട് RSSനൊപ്പമായിരുന്നു. മലപ്പുറം ജില്ലാ രൂപീകരണ സമയത്ത് മാതൃഭൂമിയുടെ നിലപാട് RSSനൊപ്പമായിരുന്നു. ഇപ്പൊ നിങ്ങൾ പുതിയ കുറെ ആളുകൾ കയറി വന്നിട്ട് ഇടത് ലൈൻ സ്വീകരിച്ചു എന്നേ ഉള്ളൂ. എല്ലാ കാലത്തും നിങ്ങളുടെ സ്ഥാപനവും ഞങ്ങളുടെ പല നിലപാടുകൾക്കും ഒപ്പം നിന്നിട്ടുണ്ട്. പഴയ പത്രത്താളുകളോട് ഒന്ന് പരിശോധിച്ച് പോയാൽ മതി. മാതൃഭൂമിയുടെ പഴയ താളുകളെ പോയി പരിശോധിച്ചാൽ മാതൃഭൂമിയുടെ അന്നത്തെയും ഇന്നത്തെയും പ്രകടമായ മാറ്റം തിരിച്ചറിയാൻ സാധിക്കും. ഇതിപ്പോ ശ്രീധരൻപിള്ളയും സമാനമായ ചില കാര്യങ്ങൾ പറയുന്നുണ്ട്. എന്റെ ബോധ്യത്തിൽ ഇതൊരു മാധ്യമ സ്ഥാപനമാണ്. രാഷ്ട്രീയ നിലപാട് എഡിറ്റോറിയൽ പേജിൽ എഴുതുക, രാഷ്ട്രീയ അഭിപ്രായം, നിലപാടല്ല, രാഷ്ട്രീയമായ അഭിപ്രായം എഡിറ്റോറിയൽ പേജിൽ എഴുതുക എന്നതിനപ്പുറത്ത് രാഷ്ട്രീയ ചായ്വുണ്ട് എന്ന് എനിക്ക് സത്യമായും അറിയില്ല. അതുകൊണ്ട് ഞാൻ അതിൽ അഭിപ്രായം പറയാൻ, ക്ഷമിക്കണം, കുറച്ച് ആരോഗ്യ പ്രശ്നമുണ്ട്, അഭിപ്രായം പറയാൻ ആളുമല്ല. ഞാൻ ചോദിക്കുന്നത്, ശ്രീ സന്ദീപ് വാര്യർ നാലാമത്തെ തവണ ഞാൻ നാലാമത്തെ തവണ അങ്ങയോട് ആവർത്തിച്ച് ചോദിക്കുന്ന ഒരു കാര്യം, അങ്ങ് പറഞ്ഞു തൊട്ടാൽ തീണ്ടിയാൽ കണ്ടാൽ പാപം എന്ന മനോഭാവം CPMനും കോൺഗ്രസിനും പുറമേക്ക് മാത്രമേ ഉള്ളൂ എന്ന് BJP മനസ്സിലാക്കുന്നുണ്ടോ ഇപ്പോഴും? അങ്ങക്ക് എന്തെങ്കിലും മനസ്സിലാക്കാൻ കഴിയാത്ത ഒന്ന് എൻ്റെ ആ സെന്റൻസിൽ ഇല്ല എന്ന് ഞാൻ വിചാരിക്കുന്നു. അല്ല, അത് ഞാൻ പറഞ്ഞല്ലോ, അത് CPMന്റെയും കോൺഗ്രസിന്റെയും ഒക്കെ ഇപ്പോഴത്തെ തലമുറ നേതാക്കളോടാണ് ചോദിക്കേണ്ടത്. അവർക്കാർക്കും ചരിത്രത്തിൽ BJP മനസ്സിലാക്കുന്നത് എന്നാണ് ഞാൻ പറയാം. അല്ല, കേരളത്തിലെ ഇപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ മുസ്ലിം പ്രീണന്റെ രാഷ്ട്രീയം കളിക്കാൻ വേണ്ടി CPMും കോൺഗ്രസും ആവർത്തിച്ച് ശ്രമിച്ചുകൊണ്ടിരിക്കെ, മുസ്ലിം പ്രീണന മാധ്യമപ്രവർത്തനവും നടന്നുകൊണ്ടിരിക്കെ, സ്വാഭാവികമായിട്ടും ഒരു വിഭാഗം ആളുകൾക്ക് RSSനെ ഞങ്ങളാണ് എതിർക്കുന്നതെന്ന് കാണിക്കാൻ വേണ്ടിയുള്ള ചില നാടകങ്ങൾ നടത്തണം. പക്ഷെ അവർ ചരിത്രം മറക്കുന്നു എന്നായിരിക്കണം ബഹുമാനപ്പെട്ട ഗവർണർ ഇന്ന് സൂചിപ്പിച്ചിട്ടുണ്ടാവുക. ഓക്കെ, ആ നാടകത്തിനപ്പുറം ഈ പ്രത്യയശാസ്ത്ര ഐത്തമില്ല എന്നുള്ളതാണ് BJP മനസ്സിലാക്കുന്നതെന്ന് ഞാൻ അങ്ങ് ഇത്രയും നേരം എടുത്ത് പറഞ്ഞതിൽ നിന്ന് എടുക്കുകയാണ് കേട്ടോ. അങ്ങേക്ക് തിരുത്തണമെങ്കിൽ എതിർപ്പുണ്ടാകാം. ഐത്തം എന്തിനാണ് മാധു? ചോദ്യത്തിലാണ് പ്രശ്നമുള്ളത്. അതുകൊണ്ടാണ് ഞാൻ അതൊന്ന് ചോദിച്ചത്, അല്ലാതെ എന്റെ വാക്കല്ല. അത് തെറ്റാണ്, ആ രാഷ്ട്രീയ ഐത്തം തെറ്റാണ്. അഭിപ്രായ വ്യത്യാസം ഉണ്ടാകാം, ഒരു സെക്കൻഡ്, അഭിപ്രായ വ്യത്യാസം ഉണ്ടാകാം. CPMുമായിട്ട് ഞങ്ങൾ അഭിപ്രായ വ്യത്യാസമുണ്ട്, പല കാര്യങ്ങളും അഭിപ്രായ വ്യത്യാസമുണ്ട്. ഈ RSS കൂടിക്കാഴ്ചയുമായി ബന്ധപ്പെട്ട അഭിപ്രായ വ്യത്യാസമുണ്ട്. പക്ഷെ അവർക്ക് ഈ പറയുന്ന തൊട്ടുകൂടായ്മയില്ല. BJP നേതാക്കളുമായി അല്ലെങ്കിൽ RSSന്റെ നേതാക്കളുമായി ഒരു വേദി പങ്കിടുന്നതുമായി ബന്ധപ്പെട്ട് പ്രശ്നമില്ല. ശിവഗിരി കാര്യങ്ങളൊക്കെ ഇന്ന് ശ്രീധരൻപിള്ള പറയുന്നുണ്ടായിരുന്നല്ലോ. അപ്പോൾ ഈ പുറമേ കാണിക്കുന്ന ഐത്ത മനോഭാവം എന്ന് പറയുന്ന ഒരു പുറംപൂച്ചാണ്, അങ്ങ് പറഞ്ഞതുപോലെ നാടകമാണ് എന്നാണ് BJP മനസ്സിലാക്കുന്നത് എന്നാണ് ഞാൻ വിചാരിക്കുന്നത് കേട്ടോ. ശ്രീ സന്ദീപ് വാര്യർ സമയമെടുത്ത് പറഞ്ഞതിൽ നിന്ന്. ശ്രീ BN ഹസ്കർ,
ഇത് പുറമേക്ക് മാത്രം കാണിക്കുന്ന ഒന്നാണോ? പുറമേക്ക് തന്നെ കാണിക്കുന്നുണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട് കേട്ടോ. കാരണം MR അജിത് കുമാർ ഈ കൂടിക്കാഴ്ച നടത്തിയുമായി ബന്ധപ്പെട്ട മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് കണ്ടാൽ എന്താ എന്നാണ് പാർട്ടി സെക്രട്ടറി ആദ്യം പ്രതികരിച്ചത്. പിന്നീട് അദ്ദേഹം അത് മാറ്റിയെങ്കിലും കണ്ടെങ്കിൽ അതും അന്വേഷിക്കണമേ എന്ന് അദ്ദേഹം പറയുകയും ചെയ്തു. അപ്പോ ഈ കണ്ടാൽ എന്താ എന്ന ചോദ്യം, അല്ലെങ്കിൽ കണ്ടെങ്കിൽ എന്തിനാണ് എന്ന ചോദ്യം കുറച്ച് പുതുതലമുറ മാധ്യമ പ്രവർത്തകരുടേത് മാത്രമാണോ? യഥാർത്ഥത്തിൽ നിങ്ങൾക്ക് ഒരു തരത്തിലുള്ള പ്രത്യയശാസ്ത്ര വൈരുദ്ധ്യവും ഇല്ലാത്ത, ഏതു സമയത്തും ഒന്നിച്ചു ചേർന്ന് പോകാൻ കഴിയുന്ന തരത്തിലുള്ള ആശയ ഐക്യമുള്ള, ചരിത്രം അതിനെ സാധൂകരിക്കുന്ന രണ്ട് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളാണോ? മാധു, ഇതിൽ ഒന്നാമതായി കാണേണ്ടത് RSSന്റെ അടിസ്ഥാന പ്രത്യയശാസ്ത്ര പുസ്തകം എന്ന് പറയുന്നത് ബഞ്ച് ഓഫ് തോട്ട്സ് അഥവാ വിചാരധാരയാണ്. ആ വിചാരധാരയിൽ ആഭ്യന്തര ശത്രുക്കളായി RSSന്റെ സ്ഥാപകനും RSSന്റെ ആത്മീയ നേതാവുമായിട്ടുള്ള ഗുരുജി ഗോൾവാർക്കർ എഴുതി വച്ചിരിക്കുന്നത് 3 പേരെയാണ്. ഒന്ന് കമ്മ്യൂണിസ്റ്റുകളും മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളുമാണ്. ആഭ്യന്തര ശത്രുക്കളായി പ്രഖ്യാപിക്കപ്പെട്ടിട്ടുള്ള അടിസ്ഥാന പ്രമാണങ്ങളിൽ പോലും വിഭിന്നമായ നിലപാടുള്ള കമ്മ്യൂണിസ്റ്റ് ആശയങ്ങളോടുകൂടിയും ആ കമ്മ്യൂണിസ്റ്റ് ആശയങ്ങൾ പ്രവർത്തിക്കുന്ന സംഘടനകളുമായി ഏതു തരത്തിലാണ് താദാത്മ്യം പ്രാപിക്കാൻ RSSന് കഴിയുക? നേരത്തെ രാജാ ഹരിസിംഗിൻ്റെ കാര്യം പറഞ്ഞു. കാശ്മീർ കാലത്ത് രാജാ ഹരിസിംഗിനെ അന്ന് സർദാർ വല്ലഭായ് പട്ടേൽ കൃത്യമായി ഉപയോഗിച്ചിരുന്നു എന്നുള്ളതെങ്കിൽ അതേ സർദാർ വല്ലഭായ് പട്ടേൽ തന്നെയാണ് ഗാന്ധി വധത്തെ തുടർന്ന് RSSനെ നിരോധിക്കുന്നത്. അതും ചരിത്രത്തിലെ മറ്റൊരു വിരോധാഭാസമായി നമ്മുടെ മുന്നിലുണ്ട്. RSS നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് വ്യത്യസ്തമായ അഭിപ്രായങ്ങളും വ്യത്യസ്തമായ വീക്ഷണകോണുകളുമുള്ള ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമാണ് CPM-ഉം ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളും. അപ്പോൾ സ്വാഭാവികമായി CPM-ന് ഒരു തരത്തിലും താദാത്മ്യം പ്രാപിക്കാൻ RSS-ഉമായി കഴിയില്ല എന്നുള്ളതാണ് അതിൻ്റെ ചരിത്രപരമായ വസ്തുതകൾ പരിശോധിച്ചാൽ മനസ്സിലാക്കാൻ കഴിയുക. RSS നാട്ടിൽ പ്രവർത്തിക്കുന്നത് ഒരു വലിയ അംബർല ഓർഗനൈസേഷൻ എന്ന നിലയിൽ RSS ഇവിടെ സാമൂഹ്യ സേവനത്തിൻ്റെ മഹത്തായ മാതൃകകൾ കാണിച്ചു കൊടുക്കുന്നു എന്ന് പറയുമ്പോൾ തന്നെ അതിൻ്റെ അടിസ്ഥാന പ്രത്യയശാസ്ത്രം എന്ന് പറയുന്നത് ഹിന്ദുത്വ അജണ്ട നടപ്പിലാക്കുക എന്നുള്ളതാണ്. ബാക്കി മുഴുവൻ സമുദായങ്ങളെയും ന്യൂനപക്ഷങ്ങളെയും ഇല്ലാതാക്കുക, കുന്നും കുഴിച്ചു മൂടുക എന്ന സമീപനമാണ് RSS എല്ലാ കാലത്തും അവന്റെ അടിസ്ഥാന പ്രമാണമായി കാത്തുസൂക്ഷിച്ചിടത്തോളം കാലം എന്ന നിലയിലോ 77 പൊതു തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം RSS നിരോധനം പിൻവലിക്കണമെന്ന് ഐക്യമനോഭാവത്തോടെ ആവശ്യപ്പെട്ട രാഷ്ട്രീയ പാർട്ടികളുടെ നിരയിൽ നിന്നുകൊണ്ട് ഒരു പൊതുസമ്മർദ്ദം ഉയർന്നതിന്റെ പേരിലാണ് അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം രാജിവെച്ചൊഴിയുന്നതിന് മുൻപ് ഇന്ദിരാഗാന്ധി RSSന്റെ നിരോധനം നീക്കിയത് എന്ന് ഇന്ന് PS ശ്രീധരൻപിള്ള ആ വേദിയിൽ പറഞ്ഞിട്ട് പോകുന്നു. KG മാരാരുടെ ഇലക്ഷൻ കമ്മിറ്റിയുടെ മുഴുവൻ ചുമതലയും നിർവഹിച്ചത് ആരാണ് എന്ന് ഇന്ന് വീണ്ടും ചോദിക്കുന്നു. ബീഹാറിലെ അത് എനിക്ക് തോന്നുന്നു വളരെ രൂക്ഷമായ വാക്പോര് CPM-ന്റെയും BJP-യുടെയും പ്രതിനിധികൾ തമ്മിൽ സൂപ്പർ പ്രൈം ടൈമിൽ തന്നെ ഇതിനു മുൻപുണ്ടായിട്ടുണ്ട്. ബീഹാറിൽ ഒരുമിച്ച് ഭരിച്ചിട്ടില്ല എന്ന ചോദ്യവുമായി ബന്ധപ്പെട്ട് അന്നൊക്കെ നിഷേധിക്കുന്ന ഒന്ന് ഇന്നും ആവർത്തിച്ച് പറയുകയാണ്. ഇപ്പോൾ വിചാരധാരയെക്കുറിച്ച് 2024 ഒരു ഉൾവിളി തോന്നിയതല്ലോ. വിചാരധാര വന്നതിന് ശേഷവും ഇത്തരം ഐക്യപ്പെടലുകൾ ഉണ്ടായിട്ടുണ്ട് എന്ന് ചരിത്രം പറഞ്ഞ് സ്വാധൂകരിക്കുന്നു PS ശ്രീധരൻപിള്ള. അതിനെ എങ്ങനെ ചേർക്കും? മധു, ഒരു സംഘടനയെ നിരോധിക്കരുത് എന്നുള്ളതാണ് ഇടതുപക്ഷത്തിൻ്റെ കാഴ്ചപ്പാട്. ജനാധിപത്യ ലോകത്ത് അങ്ങനെ ഒരു സംഘടനയെ നിരോധിച്ചുകൊണ്ട് മുന്നോട്ട് പോകില്ല. അടിയന്തരാവസ്ഥയുടെ കിരാത നാളുകളിൽ നിരോധിക്കപ്പെട്ട സംഘടനകളുടെ കൂട്ടത്തിൽ RSS ഉണ്ടായിരുന്നു. സ്വാഭാവികമായും RSSൻ്റേതടക്കമുള്ള മുഴുവൻ സംഘടനകളുടെയും നിരോധനം മാറ്റുന്നതിന് വേണ്ടി ഒരു ഐക്യം രൂപപ്പെട്ടിട്ടുള്ളത് ചരിത്രപരമായ വസ്തുത തന്നെയാണ്. അത് ഒരു പൊതു മിനിമം പരിപാടിയുടെ പേരിൽ എല്ലാവരും ഒരുമിച്ച് ചേർന്നെടുത്തിട്ടുള്ള തീരുമാനത്തിൻ്റെ ഭാഗമാണ്. മാത്രമല്ല ശ്രീ KG മാരാറിൻ്റെ ഇലക്ഷനുമായി ബന്ധപ്പെട്ട് ഇടതുപക്ഷത്തിന് സഹകരിക്കേണ്ടി വന്നിട്ടുണ്ട്. അത് രാഷ്ട്രീയമായി ഒരു അടവ് നയമായി ആ കാലഘട്ടത്തിൽ എടുക്കേണ്ടി വന്ന ഒരു സാഹചര്യം വിമർശിക്കുന്നത് ഏത് അടിസ്ഥാനത്തിൽ നിന്നുകൊണ്ടായിരിക്കാം? അതൊരു അടവ് നയമായി കാണാൻ CPM-ന് കഴിയില്ല. ആ കാലഘട്ടത്തെ കൂടി ഒന്ന് ഓർക്കണം. തലശ്ശേരിയുടെ കലാപനാളുകളിൽ തലശ്ശേരിയിലെ കലാപനാളുകളിലാണ് നിശ്ചയമായും RSS ശാഖകൾക്ക് കാവൽ നിൽക്കുന്നതിന് വേണ്ടി KPCCയുടെ പ്രസിഡന്റ് ആളെ വിട്ടിട്ടുണ്ട് എന്ന് സ്വയം അവകാശപ്പെടുന്നതല്ലോ. അദ്ദേഹം തന്നെ അവകാശപ്പെട്ടതാണ്. അദ്ദേഹം അവകാശപ്പെട്ടതാണ്. അതുകൊണ്ടാണ് അതിന് വിമർശന വിധേയമാക്കപ്പെടുന്നത്. മറിച്ച് അന്ന് തലശ്ശേരി കലാപത്തിൻ്റെ നാളുകളിൽ ന്യൂനപക്ഷ സമുദായങ്ങളുടെ വീടുകളും സ്വത്തുക്കളും ജീവനും സംരക്ഷിക്കുന്നതിന് വേണ്ടി അഹോരാത്രം കാവൽ നിന്നതാണ് അന്നത്തെ CPM പ്രവർത്തകർ. അതും ചരിത്രത്തിൽ വസ്തുതകളായി തന്നെ അവകാശപ്പെട്ടതായതുകൊണ്ട് അദ്ദേഹം തന്നെ ഏറ്റുപറഞ്ഞതായതുകൊണ്ട് അത് ബുദ്ധിമുട്ടുള്ളതാണ്. KG മാരുടെ സംഘടനാകാര്യ ചുമതല ഈ പറയുന്ന ആളുകൾ ഏറ്റുപറഞ്ഞിട്ടില്ലാത്തത് കൊണ്ട്
അത് ഒരു അടവ് നയമെന്ന രീതിക്ക് എടുക്കുകയും വേണം അല്ലേ? അല്ല മാധു, ഇതിൽ പലപ്പോഴും RSS നേതാക്കന്മാർ, നമുക്ക് മറ്റൊരു സംഭവം കൂടി ഓർക്കാം. EK നയനാർ ഈ ശ്രീ P പരമേശ്വരനെ കാണുന്നതിന് വേണ്ടി ഒരു ശ്രമം നടത്തിയിട്ടുണ്ടായിരുന്നു. കേരളത്തിൽ അന്ന് RSSും CPM തമ്മിൽ വളരെ സംഘർഷഭരിതമായ കാലഘട്ടത്തിലൂടെ പോകുമ്പോൾ മുഖ്യമന്ത്രിയായിരുന്ന സഖാവ് EK നയനാർ ഡൽഹിയിൽ വെച്ച് അദ്ദേഹത്തെ കാണുന്നതിന് വേണ്ടി ഒരു ശ്രമം നടത്തിയതായി വായിച്ചിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായി അന്നത്തെ ഒരു സാഹചര്യത്തിൽ വീണ്ടും കണ്ണൂരിൽ കലാപം പുകഞ്ഞതിൻ്റെ പേരിൽ കാണാൻ കഴിഞ്ഞില്ല, കാണണ്ട എന്ന് തീരുമാനിക്കുകയും തിരികെ വരികയും ചെയ്തു എന്ന് പറഞ്ഞു കേൾക്കുന്നു. അപ്പോൾ ഇത്തരം ചരിത്ര സംഭവങ്ങൾ നേരത്തെ ഉണ്ടായിട്ടുണ്ട്. RSS നേതാക്കന്മാരെ കാണുന്നു, അതുകൊണ്ടാണ് കണ്ടാലെന്താ എന്ന് MP ഗോവിന്ദൻ ചോദിക്കുന്നത്. നമ്മൾ അങ്ങനെ തെറ്റായി പറയേണ്ടതില്ല. പക്ഷേ ഈ പറയുന്നത് ഒരു പൊതിഞ്ഞുവെക്കലുണ്ടല്ലോ, ഞങ്ങൾക്ക് അത്തരത്തിലുള്ള രാഷ്ട്രീയ ബാന്ധവങ്ങളില്ല, ഒരു കാര്യത്തിലും ഞങ്ങൾ ചേർന്ന് പ്രവർത്തിക്കില്ല എന്ന് പറയുന്ന ചില കാര്യങ്ങൾ അതുകൊണ്ട് പറഞ്ഞു എന്നേ ഉള്ളൂ. ശ്രീധരൻപിള്ള തന്നെ പറയുന്നുണ്ട്, ശിവഗിരിയിൽ നരേന്ദ്രമോദി എത്തിയ സമയത്ത് ആ മീറ്റിംഗ് ബഹിഷ്കരിച്ചതുമായി ബന്ധപ്പെട്ട് പിന്നെ പോയി കാത്തിരുന്ന് കണ്ടില്ല എന്നടക്കമുള്ള കാര്യങ്ങൾ ചോദിക്കുന്നുമുണ്ട്. അവിടെ ഞാൻ ചോദിച്ചെന്നേ ഉള്ളൂ. അപ്പോൾ RSSന്റെ നിരോധനം അത് തെറ്റായിരുന്നു എന്നൊരു വായിക്കൽ അങ്ങേക്കുണ്ട് അല്ലേ? RSSന്റെ നിരോധനം ഒരു സംഘടനയും നിരോധിക്കപ്പെടേണ്ടതല്ല എന്നങ്ങ് പറഞ്ഞുകൊണ്ട് ഞാൻ ചോദിച്ചാണ്. രാഷ്ട്രീയമായി നിരോധിക്കാൻ പാടില്ല എന്നുള്ളത് തന്നെയാണ് RSSന്റെ മാത്രമല്ല. ഇപ്പോൾ ഒരു സംഘടനയും ഇപ്പോൾ PFI നിരോധിച്ചിട്ടുണ്ടല്ലോ. PFI പോലും നിരോധിക്കാൻ പാടില്ല. രാഷ്ട്രീയമായി സ്വതന്ത്രമായി പ്രവർത്തിക്കുന്നതിന് ഏതു വ്യക്തികൾക്കും സ്വാതന്ത്ര്യമുള്ള ഒരു നാട്ടിലാണ് നാം ജീവിക്കുന്നത്. അപ്പോൾ ഒരാളെ പോലും അങ്ങനെ നിരോധിക്കാൻ പാടില്ല എന്നുള്ള അഭിപ്രായം തന്നെയാണ് ഇടതുപക്ഷ കാഴ്ചപ്പാടുള്ള ആർക്കും സ്വീകരിക്കാനാവുക. അല്ല മാധു, PFI നിരോധിക്കാൻ പാടില്ല നിലപാടുണ്ടോ? അത് അസ്കറിന്റെ നിലപാടാണോ? ഇപ്പൊ പറയണം. ഇടതുപക്ഷത്തിന്റെ നിലപാടുണ്ടോ? PFI നിരോധിക്കാൻ പാടില്ല നിലപാടുണ്ടോ? പറഞ്ഞിട്ടുണ്ടെങ്കിലും ഒരു സംഘടനയും നിരോധിക്കാൻ പാടില്ലെന്ന്. ഇതാണ് ഒളിപ്പിച്ചു വെച്ച ആളുകൾ. RSSന് ഇല്ല PFI നിരോധിക്കരുതെന്ന് CPMന്റെ നിലപാടുണ്ടോ? ഇടതുപക്ഷം തുറന്നു പറയണം, തുറന്നു പറഞ്ഞാൽ മതി, സമ്മതിച്ചാൽ മതി. പോപ്പുലർ ഫണ്ട് നിരോധിച്ച് തെറ്റായി എന്ന് നിങ്ങൾക്ക് അരിയും മലരും വാങ്ങി കുന്തിരിക്കം വാങ്ങി വെച്ചോ എന്ന് പറഞ്ഞ പോപ്പുലർ ഫണ്ട് നിരോധിച്ച അസ്കറിന്റെ എത്ര വിഷമം. അപ്പൊ ഈ ഇടതുപക്ഷത്തിന്റെ മുഖം മൂടി അണിഞ്ഞ് വന്നിരുന്ന പോപ്പുലർ ഫണ്ടിനെ അങ്ങ് ന്യായീകരിച്ച് കളയല്ലേ? ഇടതുപക്ഷത്തിന്റെ മുഖം മൂടി അണിഞ്ഞ് പോപ്പുലർ ഫണ്ടിനെ അങ്ങോട്ട് ന്യായീകരിച്ച് കളയല്ലേ? നിരോധിക്കാമെന്ന അഭിപ്രായം നിങ്ങൾക്കുണ്ടോ? ഫണ്ട് നിരോധനം തെറ്റാന്ന് ഏത് ഇടതുപക്ഷക്കാരാണ് പറഞ്ഞത്? RSSനെ നിരോധിക്കാമെന്നുള്ള അഭിപ്രായം നിങ്ങൾക്കുണ്ടോ? RSSനെ നിരോധിച്ചത് ശരിയായിരുന്നു എന്നുള്ള അഭിപ്രായം നിങ്ങൾക്കുണ്ടോ? തെറ്റായി പോയി. കമ്മ്യൂണിസ്റ്റ് പാർട്ടി നിരോധിച്ചിട്ടുണ്ട്. അല്ല, 3 തവണ നിങ്ങൾ നിരോധിച്ചത്, 3ാം തവണ തോട്ടിൽ കളഞ്ഞു. അതൊക്കെ ശരി തന്നെയാണ്. ആദ്യം 2 തവണത്തെ നിരോധനം, ഒന്ന് ഗാന്ധിവധത്തെ തുടർന്നാണ് നിരോധനം, അത് ശരിയായിരുന്നു. കമ്മ്യൂണിസ്റ്റ് പാർട്ടി 2 തവണ നിരോധിച്ചിട്ടുണ്ട്. പക്ഷേ പോപ്പുലർ ഫണ്ട് ന്യായീകരിക്കാൻ നിൽക്കരുത്. പോപ്പുലർ ഫണ്ട് ന്യായീകരിക്കാൻ നിൽക്കരുത്. അധ്യാപകന്റെ കൈപറ്റിയിട്ടുള്ള നിരവധിയായിട്ടുള്ള ക്രിസ്ത്യൻ ഹിന്ദു യുവാക്കളെ കൊല ചെയ്തിട്ടുള്ള സംഘടനയെ ന്യായീകരിക്കാൻ വരുന്നത് നിങ്ങൾക്ക് മനസ്സിലായില്ലേ? അതിനെ നിരോധിച്ചു അങ്ങനെയല്ല, നിരോധിക്കാൻ പാടില്ലെന്ന് തന്നെ എന്റെ അഭിപ്രായം. അല്ല, നിങ്ങളുടെ നിലപാട് ചോദിക്കുന്നത് മൂടിയില്ലെന്ന കാര്യത്തിൽ നിരോധിക്കാൻ പാടില്ല നിങ്ങൾ പറഞ്ഞാൽ മതി. അപ്പൊ നിരോധിക്കാൻ പാടില്ല, സ്വതന്ത്രമായി പ്രവർത്തിക്കണം, ജനാധിപത്യ രീതിയിൽ പ്രവർത്തിക്കാനുള്ള സ്വാതന്ത്ര്യം കൊടുക്കണം. മാധു, ജനാധിപത്യ രീതിയിൽ പോപ്പുലർ ഫണ്ട് പോലെ ഒരു ഭീകര സംഘടനയെ, രാജ്യത്ത് കലാപം ഉണ്ടാക്കിവിട്ട, രാജ്യത്ത് ഒട്ടേറെ കലാപങ്ങൾക്ക് കാരണഭൂതരായിട്ടുള്ള ഒരു സംഘടനയെ രാജ്യം നിരോധിച്ചപ്പോ ആ രാജ്യത്തിന്റെ നിരോധനത്തിനെതിരായിട്ടുള്ള നിലപാട് അസ്കർ എന്ന് പറയുന്ന ഒരാൾ വന്ന് ഇവിടെ ഇടതുപക്ഷത്തിന്റെ ലേബലിൽ ന്യായീകരിക്കുകയാണോ? പോപ്പുലർ ഫണ്ട് ന്യായീകരിക്കുകയാണോ? ശരി. അല്ല, നിരന്തരം തർക്കിച്ചുകൊണ്ടിരുന്ന കാര്യമല്ലോ. ശ്രീ BN ഹസ്കർ ഇപ്പോ RSS നിരോധനത്തെ പറ്റി അങ്ങോട്ട് ചോദിച്ചപ്പോൾ അങ്ങ് പറഞ്ഞു ഒരു സംഘടനയും നിരോധിക്കരുത്, അതിപ്പോൾ PFI ആണെങ്കിലും നിരോധിക്കരുത് എന്ന്. അങ്ങ് തന്നെ എന്നിട്ട് രണ്ടാമത്തെ തവണ പറഞ്ഞു ഗാന്ധിവധത്തിന് പിന്നാലെയാണ് RSS നിരോധിക്കപ്പെട്ടത് എന്ന്. ആദ്യം ഗാന്ധിവധത്തിന് പിന്നാലെ നിരോധിക്കപ്പെട്ട ഒരു സംഘടന നിരോധിക്കപ്പെടേണ്ടതല്ലായിരുന്നു എന്നുള്ളത് അങ്ങയുടെ അഭിപ്രായമാണോ എന്നുള്ളത് ഒന്നാമത്തെ ചോദ്യം. രണ്ടാമത്തേത്, PFIയെ നിയമപരമായി രാജ്യം വിലക്കിയ ഒരു സംഘടനയാണ്. അവരുടെ നിയമപരമല്ലാത്ത രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങൾ കണ്ടെത്തിയതിനെ തുടർന്ന് PFIയെ നിരോധിക്കരുത് എന്ന് പറയുന്ന നിലപാട് അങ്ങ് തിരുത്താൻ തയ്യാറാണോ? മാധു, ഇതിൽ എൻ്റെ സുവ്യക്തമായ നിലപാട് എന്ന് പറയുന്നത്, ഏതെങ്കിലും ജനാധിപത്യ മാതൃകയിൽ പ്രവർത്തിക്കുന്ന സംഘടനകൾക്ക് സ്വാതന്ത്ര്യത്തോടെ പ്രവർത്തിക്കാനുള്ള അവകാശമുള്ള ഒരു നാട്ടിലാണ് നാം ജീവിക്കുന്നത്. അതാണ് നമ്മുടെ ജനാധിപത്യത്തിൻ്റെ ഏറ്റവും വലിയ പവിത്രത എന്ന് പറയുന്നത്. ആ പവിത്രതയിൽ പ്രവർത്തിക്കാൻ സംഘടനാപരമായി അവർ രാജ്യ താല്പര്യങ്ങൾക്ക് വിരുദ്ധമല്ലാതെ പ്രവർത്തിക്കുന്നുവെങ്കിൽ PFI നിരോധിക്കാൻ പാടില്ല എന്നുള്ള അഭിപ്രായം തന്നെയാണ് എനിക്കുള്ളത്. PFI നിരോധിച്ചത് ശരിയായിരുന്നില്ല, ആ നിലപാട് തന്നെയാണ് ഇപ്പോഴും ഉള്ളത്.
PFI നിരോധിക്കുന്നത് RSSനെ നിരോധിക്കുന്നതിന് തുല്യം തന്നെയാണ്. RSS രാജ്യത്ത് രാജ്യ താൽപര്യങ്ങൾക്കനുസരിച്ച് മാത്രം പ്രവർത്തിച്ചിട്ടുള്ള സംഘടനയാണോ? ഗാന്ധിവധം എന്തായിരുന്നു? ഇന്ത്യയുടെ രാഷ്ട്രപിതാവിനെ വെടിവെച്ച് കൊല്ലുന്നതിന് സഹായം ചെയ്ത ഹിന്ദു മഹാസഭയുടെ നേതാക്കന്മാർ ചേർന്ന് ഗൂഢാലോചന നടത്തിയെന്ന് ചരിത്ര വസ്തുതകളുള്ള അതുകൊണ്ട് തുടർന്നാണല്ലോ RSSനെ അടക്കം നിരോധിക്കുന്നത്. അപ്പോൾ അത് അടക്കം അന്ന് RSSനെ നിരോധിച്ചത് ശരിയായിരുന്നോ എന്ന് ഇപ്പോൾ RSSനും BJPക്ക് നിലപാടെടുക്കാൻ കഴിയുമോ? ഇപ്പോഴും അവർ പറയാൻ പോകുന്നത് അന്ന് എടുത്തിട്ടുള്ള നിലപാട് ശരിയായിരുന്നില്ല, അന്ന് നിരോധിച്ചത് ശരിയായിരുന്നില്ലെന്നേ പറയാൻ കഴിയുള്ളൂ. 3 തവണ RSSനെ ഇന്ത്യയിൽ അങ്ങയുടെ അഭിപ്രായം അതിലൊരു തർക്കത്തിലേക്ക് പോകേണ്ടതില്ല എന്ന് തോന്നുന്നു. ശരി, അഡ്വക്കേറ്റ് അബിൻ വർക്കി, ഇതിപ്പോ CPMനെതിരായി മാത്രമല്ല അത്തരം ആരോപണം ഉണ്ടാകുന്നത്. അങ്ങേക്ക് ഇതുവരെയുള്ള ഈ ചർച്ചയുമായി ബന്ധപ്പെട്ട അഭിപ്രായം പറയാം. അതിനൊപ്പം തന്നെ കോൺഗ്രസിന്റെ ചില കാര്യങ്ങളെക്കുറിച്ച് കൂടി ഇന്ന് PS ശ്രീധരൻപിള്ള ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അത് 80-ൽ കാസർഗോഡ് O രാജഗോപാലിന്റെ കമ്മിറ്റി കൺവീനർ ലീഗിന്റെ ചെർക്കുളം അബ്ദുള്ളയായിരുന്നു. ഇപ്പോൾ UDFന്റെ ഭാഗമായിട്ടുള്ള സംഘടനകളും RSSുമായി സഹകരിച്ച് പ്രവർത്തിച്ചിട്ടുണ്ട്. പ്രതിപക്ഷ നേതാവ് VD സതീശന് എതിരെ CPM നിരന്തരം ഉന്നയിക്കുന്ന ആരോപണം എന്ന് പറയുന്നത് അദ്ദേഹം RSS വേദിയിൽ പോയിട്ടുണ്ട്, തിരി കൊളുത്തിയിട്ടുണ്ട്, വിളക്ക് കത്തിച്ചിട്ടുണ്ട്, കൈയെടുത്ത് തൊഴുത്തിട്ടുണ്ട് തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ്. ഇന്ന് PS ശ്രീധരൻപിള്ള പറയുന്നു കോൺഗ്രസിനാണെങ്കിലും ശരി CPMനാണെങ്കിലും ശരി RSS വിരോധം എന്ന് പറയുന്നത് ഒരു മുഖംമൂടി മാത്രമാണ്. അതെന്തിനാണെന്ന ചോദ്യത്തിന് ശ്രീ സന്ദീപ് വാര്യർ പറയുന്നു അത് ന്യൂനപക്ഷ പ്രീണനം എന്ന ഒറ്റ ലക്ഷ്യം വെച്ചും വോട്ട് വെച്ചുമാണ് എന്ന്. ഇതൊക്കെയാണോ യഥാർത്ഥത്തിൽ സത്യം? ഞാനതിനകത്ത് കുറച്ചു നേരം എനിക്ക് മറുപടി പറയാൻ തരണമെന്ന് ഞാൻ ആദ്യമേ അഭ്യർത്ഥിക്കുകയാണ്. ആദ്യം ശ്രീ VD സതീശനെതിരെ ശ്രീ ഭാസ്കർ ഉൾപ്പെടെയുള്ള ആളുകൾ നിരന്തരമായി പറയുന്ന 2 ആരോപണങ്ങൾ. ഒന്ന്, അദ്ദേഹം RSSൻ്റെ വേദിയിൽ പോയിട്ടുണ്ട് എന്നുള്ള ആരോപണമാണ്. സ്വാമി വിവേകാനന്ദൻ്റെ 150ാമത് ജന്മവാർഷികവുമായി ബന്ധപ്പെട്ട് തൃശ്ശൂരിൽ നടന്ന ഒരു പുസ്തക പ്രകാശന ചടങ്ങ്, ആ പുസ്തക പ്രകാശന ചടങ്ങിലാണ് അദ്ദേഹം പങ്കെടുത്തത്. ആ പുസ്തക പ്രകാശന ചടങ്ങിൻ്റെ സംഘാടകർ എന്ന് പറയുന്നത് ഭാരതീയ വിചാര കേന്ദ്രം, വിവേകാനന്ദ കേന്ദ്രം എന്നുള്ള അവരാണ് ആ പുസ്തക പ്രകാശന ചടങ്ങ് സംഘടിപ്പിച്ചിരുന്നത്. അദ്ദേഹം തൃശ്ശൂരിൽ ആ ചടങ്ങിൽ പങ്കെടുക്കുകയുണ്ടായി. പക്ഷേ ആ ചടങ്ങ് നടക്കുന്നതിൻ്റെ കൃത്യം 1 മാസം മുമ്പ് അതേ പുസ്തകം തിരുവനന്തപുരത്ത് വെച്ചൊരു പ്രകാശനം നടത്തിയിരുന്നു. ആ പ്രകാശനം നടത്തിയ ആളുടെ പേര് സഖാവ് VS അച്യുതാനന്ദൻ എന്നാണ്. അദ്ദേഹം ആ പ്രകാശനം നടത്തുന്ന ചിത്രമാണ് ഞാനിപ്പോൾ ഈ പങ്കുവച്ചിരിക്കുന്നത്. അപ്പോൾ ആദ്യം ഭാസ്കർ മറുപടി പറയുന്നത്. ഇനി രണ്ടാമത്തെ കാര്യം, രണ്ടാമത്തെ അദ്ദേഹം ഈ കഴിഞ്ഞ ദിവസം ഇടതുപക്ഷ ഹാൻഡിലുകൾ വളരെ വ്യാപകമായി പറയുന്ന ഒരു കാര്യമാണ് ഗണേശോത്സവം. ഈ ഗണേശോത്സവം RSS സംഘടിപ്പിക്കുകയാണ്, അതിനകത്ത് ശ്രീ VD സതീശൻ പങ്കെടുത്തുവെന്ന് പറഞ്ഞ് കുറേയധികം സൈബർ ഹാൻഡിലുകൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. ഗണേശോത്സവത്തിൽ കടകംപള്ളി സുരേന്ദ്രൻ പ്രസംഗിക്കുന്ന ഒരു ചിത്രമാണ് ഞാനിപ്പോൾ ഈ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ശ്രീ കടകംപള്ളി സുരേന്ദ്രൻ ഗണേശോത്സവത്തിൽ പങ്കെടുത്തിട്ടുണ്ടോ, അത് RSS വേദിയിലായിരുന്നു എന്ന് ശ്രീ ഭാസ്കർ ഉത്തരം പറഞ്ഞാൽ മതി. അതാണ് VD സതീശനെതിരെ വന്ന ആരോപണത്തിൻ്റെ കാര്യം. പിന്നെ ഈ വിഷയത്തിൽ ഇതിൽ RSS നേതാക്കന്മാരുടെ കൂടെ ചായ കുടിച്ചതല്ല വിഷയം. നിങ്ങൾ വിഷയത്തിൽ നിന്ന് വ്യതിചലിക്കരുത്. ഇതിൻ്റെ പ്രധാനപ്പെട്ട പ്രശ്നം എന്താണ്? ഇതിൻ്റെ പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറഞ്ഞാൽ ADGP അജിത് കുമാർ വണ്ടി ഒളിപ്പിച്ചു വെച്ച് മറ്റൊരു വണ്ടിയിൽ കയറി RSS സർസംഘചാലകായ ശ്രീ ഹൊസബല്ല ദത്താത്രേയെ കാണുകയും അതിൻ്റെ തുടർ ചർച്ചയ്ക്കായി തിരുവനന്തപുരത്ത് കോവളത്ത് റാം മാധവനെ കണ്ടതും എന്തിനാണ് സീക്രട്ടായി ഒളിപ്പിച്ചു വെച്ചുകൊണ്ട് കണ്ടത് എന്നുള്ളതാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട പ്രശ്നം. ആ പ്രശ്നം ചർച്ച ചെയ്യുമ്പോൾ അതിൻ്റെ മുൻകാലത്തെ 1-2 കാര്യങ്ങൾ കൂടെ ചർച്ച ചെയ്യേണ്ടതുണ്ട്. അതിൻ്റെ കാരണം ഇപ്പോൾ ശ്രീ സന്ദീപ് വാര്യർ ഉൾപ്പെടെയുള്ള ആളുകൾ ഇവിടെ പറയുന്നുണ്ട്, ഇവരൊക്കെ പറയുന്നുണ്ട് ഇവിടെ ഇതിൻ്റെ ഇടയ്ക്കിടെ മതം ഇടപെടുത്താൻ നോക്കുന്നുണ്ട്. ശരി, ഇപ്പോൾ അവർ പറയുന്നത് സ്വർണ്ണക്കള്ളക്കടത്തിൽ തൊടാൻ സാധിക്കുന്നില്ല. ഈ സന്ദീപ് വാര്യർക്കും BJPക്കാർക്കും എന്തെങ്കിലും മാന്യത ഉണ്ടെങ്കിൽ അവർ പറയണ്ടേ? 2019 സ്വർണ്ണക്കള്ളക്കടത്ത് കേസിൻ്റെ അന്വേഷണം ആരംഭിച്ച കേന്ദ്ര അന്വേഷണ ഏജൻസികൾ എന്തുകൊണ്ടാണ് സാർ മുഖ്യമന്ത്രിയുടെ ഓഫീസിൻ്റെ അടുക്കലേക്ക് എത്തിച്ചേരാത്തത്? 2019 ശേഷമാണ് ശശി മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ വന്നത്. 2019 ശേഷം ADGP അജിത് കുമാർ ശശിയും ചേർന്ന് അവിടെ സ്വർണ്ണക്കള്ളക്കടത്ത് നടത്തുന്നുണ്ട് എന്ന PV അൻവറിൻ്റെ ആരോപണം നിങ്ങൾ ക്യാരി ഓവർ ചെയ്യുന്നുണ്ടെങ്കിൽ കഴിഞ്ഞ 5 കൊല്ലമായി സ്വർണ്ണക്കള്ളക്കടത്തിന് ചുക്കാൻ പിടിക്കുന്നത് മുഖ്യമന്ത്രിയുടെ ഓഫീസും പിണറായി വിജയനുമാണെന്നുണ്ടെങ്കിൽ അതിന് ഓശാന പാടുന്നത് നിങ്ങളുടെ കേന്ദ്ര അന്വേഷണ ഏജൻസിയല്ലേ? ആ അന്വേഷണം ഇപ്പോഴും ഓൺ ഗോയിങ് ആണ്. ഇൻവെസ്റ്റിഗേഷൻ ഈസ് സ്റ്റിൽ ഗോയിങ്. സ്വർണ്ണക്കള്ളക്കടത്ത്, ഡോളർ കള്ളക്കടത്ത്,
SFIO അന്വേഷണം, ലൈഫ് ലൈൻ അഴിമതി, ഇങ്ങനെ കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ ഓഫീസുമായി ബന്ധപ്പെട്ട് 100 കണക്കിന് അഴിമതി കേസുകൾ വളരെ പ്രത്യക്ഷത്തിൽ കേരള BJP ഉയർത്തിയിട്ടും എന്തുകൊണ്ടാണ് സാർ ഒരൊറ്റ തവണ ആ കേന്ദ്ര അന്വേഷണ ഏജൻസി ഉണ്ടല്ലോ, ആരുടെ? അമിത്ഷായുടെ കേന്ദ്ര അന്വേഷണ ഏജൻസി, അവർ ഈ മുഖ്യമന്ത്രിയുടെ അടുക്കിലേക്ക്, ആ വീടിന്റെ പടിക്കിലേക്ക് എത്തിച്ചേർന്നിട്ടില്ല എന്ന് പറയുമ്പോൾ അതിനകത്തൊരു ധാരണയുണ്ട്. ആ ധാരണയെ പറ്റിയാണ് ഞങ്ങൾ സംശയിക്കുന്നത്. ആ ധാരണയുടെ ദല്ലാൾ, ഒത്താശക്കാരൻ അയാളാണ് ADGP അജിത് കുമാർ. അതാണ് ADGP അജിത് കുമാറും RSS മേധാവികളും തമ്മിൽ കണ്ടതിന്റെ രാഷ്ട്രീയ ലക്ഷ്യം എന്ന് പറയുന്നത്. അല്ലാതെ ഇതിനകത്ത് കാഴ്ചയിൽ ചായ കുടിച്ചു അല്ലെങ്കിൽ ലഡു തിന്നു എന്നുള്ളതല്ല ഇവിടുത്തെ പ്രശ്നം. അവർ അവിടെ ചർച്ച ചെയ്തത് മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരായ അന്വേഷണം. ഇപ്പോൾ കേരളത്തിലെ BJP നേതാക്കന്മാർ സമരം ചെയ്തതാണല്ലോ, കേരളത്തിലെ BJP നേതാക്കന്മാർ ഇന്നും പറയുന്നതാണല്ലോ. എവിടെ പോയി സാർ നിങ്ങളുടെ SFIO അന്വേഷണം, എവിടെ പോയി? ഇപ്പൊ അവർ പറയുന്നുണ്ട് കേന്ദ്ര അന്വേഷണ ഏജൻസികൾക്കെതിരെ രാഹുൽ ഗാന്ധി കൊടയും വാളുമൊക്കെ എടുത്തെന്ന്. രാഹുൽ ഗാന്ധി കഴിഞ്ഞ തിരഞ്ഞെടുപ്പ് കാലഘട്ടത്തിൽ കേരളത്തിൽ വന്ന് പരസ്യമായി പറഞ്ഞില്ലേ, കേരള മുഖ്യമന്ത്രി പിണറായി വിജയന് മാത്രം എന്താണ് പ്രിവിലേജ്, എന്താണ് കേന്ദ്ര അന്വേഷണ ഏജൻസികൾ ഇത്ര പ്രിവിലേജ് കൊടുക്കുന്നതെന്ന് പരസ്യമായി ചോദിച്ചില്ലേ? വന്ന് മൂളി പറഞ്ഞിട്ടൊന്ന് തൊടാൻ കഴിഞ്ഞിട്ടില്ല എങ്കിൽ അത് അദ്ദേഹത്തിന് തൊടാൻ കഴിയുന്ന തെളിവുകൾ ഇല്ലാത്തത് കൊണ്ടാണ് എന്നുള്ളതാണ് CPM-ന്റെ ഏറ്റവും വലിയ പ്രതിരോധം. അല്ല, അപ്പൊ അവിടെയാണ് മാധു അതിന്റെ ഉത്തരം പറഞ്ഞു തരാം. ഇപ്പൊ കഴിഞ്ഞ തിരഞ്ഞെടുപ്പ് കാലഘട്ടത്തിൽ ഈ സഖാവ് പിണറായി വിജയനെതിരെ നരേന്ദ്രമോദി ഇവിടെ വന്ന് 3 പ്രാവശ്യം അദ്ദേഹത്തിന്റെ കുടുംബത്തിനെതിരെ വരെ ആക്ഷേപിച്ചിട്ട് പോയി. ഈ പിണറായി വിജയൻ നാവെടുത്ത ഒരു ഒറ്റ വാക്ക് നരേന്ദ്രമോദിക്കെതിരെ പറഞ്ഞു നമ്മൾ ആരെങ്കിലും കേട്ടിട്ടുണ്ടോ മാധു? ഇനി അതും മാത്രമല്ല, ഈ ഇന്ത്യ രാജ്യത്തെ എല്ലാ BJP ഇതര ശക്തികളും BJP ഇതര നേതാക്കന്മാരും സ്വന്തം സംസ്ഥാനത്തെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് മറ്റൊരു സംസ്ഥാനത്ത് അവരുടെ പാർട്ടി നയിക്കുന്ന തെരഞ്ഞെടുപ്പിൽ ഒരു പ്രചരണത്തിലെങ്കിലും പങ്കെടുത്തിട്ടുണ്ട്. ഇന്ത്യ രാജ്യത്ത് BJP ഇതര നേതാക്കന്മാരിൽ അങ്ങനെ ചെയ്യാത്ത ഒരേ ഒരു നേതാവ് അയാൾ RSSകാരന്റെ ഒറ്റുകാരനായ പിണറായി വിജയനാണ്. അയാൾ ഇന്തോനേഷ്യക്ക് ടൂർ പോയി പിണറായി വിജയൻ. അതും മാത്രമല്ല, ഈ കർണാടകയിൽ ജനതാദളുമായി കൂട്ടുകൂടിയ ഈ BJPയുടെ ഘടകകക്ഷിയായ ജനതാദൾ, ആ ജനതാദളിന് കേരളത്തിലാണ്. ഇന്ത്യ രാജ്യത്ത് മറ്റൊരു മന്ത്രി ഉണ്ടെങ്കിൽ അത് കേരളത്തിൽ CPM-ന്റെ മന്ത്രിസഭയിലാണ്. നിങ്ങൾ ആലോചിക്കുക. അതിനുശേഷം ഈ കേരളത്തിൽ ഇത്രയധികം വിഷയം വന്നു. ഞങ്ങളാണോ മാധു പറഞ്ഞേ? VS സുനിൽകുമാർ അല്ലേ പറഞ്ഞേ പോലീസാണ് പൂരം കലക്കിയത്? പൂരം കലങ്ങിയതല്ല, കലക്കിയതാണ്. ആർക്കെതിരെ ആരോപണം? ADGP അജിത് കുമാറിനെതിരെ. PV അൻവർ ഇവരുടെ MLA ആണ് പറഞ്ഞത് പൂരം കലങ്ങിയതല്ല, കലക്കിയതാണ്. ആർക്കെതിരെ ആരോപണം? ADGP അജിത് കുമാറിനെതിരെ. ഇവരുടെ ഘടകകക്ഷിയായ LJD അവരാണ് പറഞ്ഞത് പൂരം കലങ്ങിയതാണ്, കലക്കിയതല്ല. ആർക്കെതിരെ ആരോപണം? ADGP അജിത് കുമാറിനെതിരെ. എന്നിട്ട് ADGP അജിത് കുമാറിനെ ഇന്നും സംരക്ഷിക്കുന്നത് ആരാണ് മാധു? ആ സംരക്ഷിക്കുന്ന ആളെന്ന് പറഞ്ഞാൽ മുഖ്യമന്ത്രി പിണറായി വിജയനാണ്. അതിന്റെ കാരണം കള്ളന് കഞ്ഞി വെച്ചവനാണ് അജിത് കുമാർ. ആ കള്ളന അജിത് കുമാറിന് അധികം അങ്ങനെ മറക്കാൻ സാധിക്കില്ല. അതുകൊണ്ടാണ് കഞ്ഞിവെപ്പുകാരനെ ഇപ്പോഴും സംരക്ഷിച്ചുകൊണ്ടിരിക്കുന്നത്. അല്ലെങ്കിൽ തന്നെ ഇത് നിയമപരമായ പ്രശ്നത്തിന് മാധു. ശ്രീ സന്ദീപ് വാര്യർ, ഇപ്പോ ഇന്ന് അഡ്വക്കേറ്റ് PS ശ്രീധരൻ പിള്ളയും അതിനുശേഷം ശ്രീ സുരേഷ് ഗോപിയും ഒക്കെ ചില കാര്യങ്ങൾ പറയുന്നു. അപ്പോഴൊക്കെ പറയുന്നത്, അങ്ങും ഈ ചർച്ചയിൽ ആവർത്തിച്ച് പറയുന്നത് രാഷ്ട്രീയമായ അസ്പൃശ്യത പാടില്ല, തൊട്ടുകൂടായ്മ പാടില്ല എന്നുള്ളതൊക്കെയാണ്. ഇതിൽ ആരാണ് രാഷ്ട്രീയക്കാർ എന്നുള്ളതൊരു ചോദ്യമില്ലേ? ഇപ്പോൾ നേരത്തെ പറഞ്ഞു PP മുകുന്ദനും നായനാരും തമ്മിൽ കൂടിക്കാഴ്ച നടത്താൻ ശ്രമിച്ചു എന്ന്, കണ്ണൂരിൽ വെച്ച് കൂടിക്കാഴ്ച നടന്നു എന്നും ചിലർ ആരോപിക്കുന്നുണ്ട്. അപ്പോൾ അത്തരം ചില കൂടിക്കാഴ്ചകൾ നടന്നാൽ പോലും അതൊരു രാഷ്ട്രീയ കൂടിക്കാഴ്ചയാണ് അല്ലേ? രണ്ടുപേർ 2 സംഘടനകളെ പ്രതിനിധീകരിച്ച് ചർച്ച ചെയ്യുകയാണ്. ഇവിടെ ഒരാൾ ഒരു സർക്കാരിൻ്റെ ക്രമസമാധാന പാലന ചുമതലയുള്ള ഒരു ADGP-യാണ്, ഒരു സ്റ്റേറ്റ് മെഷീനറിയുടെ ഭാഗമാണ്, കൃത്യമായ അച്ചടക്കം ബാധകമായ ഒരാളാണ്. പോലീസ് എന്ന് പറയുന്നത് സർക്കാർ നയത്തിനനുസരിച്ച് പെരുമാറണം എന്നുള്ളതാണ് വൈപ്പ്. രണ്ടാമത്തെ ആൾ രാഷ്ട്രീയമായൊരു ബന്ധവുമില്ല. രണ്ടാമത്തെ വിഭാഗത്തിൽപ്പെടുന്ന 3 പേർ, അത് ദത്താത്രേയ ഹൊസബളെ ആണെങ്കിലും റാം മാധവ് ആണെങ്കിലും മോഹൻ ഭാഗവത് ആണെങ്കിലും RSSന്റെ നേതാക്കളാണ്, BJPയുടെ നേതാക്കളല്ലേ. ഇപ്പം പ്രധാനമന്ത്രി വരുന്നു, അദ്ദേഹവുമായി കൂടിക്കാഴ്ച നടത്തുന്നു. പ്രധാനമന്ത്രി ഒരു പൊതുപരിപാടിക്കല്ലാതെ വ്യക്തിപരമായ സന്ദർശനത്തിന് വരുന്നു. കേന്ദ്രമന്ത്രിയുടെ മകളുടെ കല്യാണത്തിന് വരുന്നു, അദ്ദേഹവുമായി കൂടിക്കാഴ്ച നടത്തുന്നു. ശരി, ഇതങ്ങനെയല്ലല്ലോ. ഒരു സാംസ്കാരിക സംഘടന എന്നുള്ളതാണല്ലോ നിങ്ങളൊക്കെ അവകാശപ്പെടുന്നത്, രാഷ്ട്രീയത്തിൽ നേരിട്ട് ഇടപെടാത്ത സംഘടന. ആ സംഘടനയുടെ നേതാക്കൾക്കും ഒരു സ്റ്റേറ്റ് മിഷണറിയുടെ തലപ്പത്തിരിക്കുന്ന ഒരാൾക്കും തമ്മിൽ കൂടിക്കാഴ്ച നടത്താനുള്ള ഔദ്യോഗികമായ ഗ്രൗണ്ട് എവിടെ നിന്നാണ്? ഒന്ന്, എനിക്ക് തോന്നുന്നു അദ്ദേഹം സംസ്ഥാനത്തെ ADGP ആണ്. സംസ്ഥാനത്തെ ആഭ്യന്തര വിഷയങ്ങൾ കൈകാര്യം ചെയ്യാൻ, ലോ ആൻഡ് ഓർഡർ മെയിൻറ്റെയിൻ ചെയ്യാൻ
ഉത്തരവാദിത്തമുള്ള ADGP ആണ്. തീർച്ചയായിട്ടും ഇത്തരം ഉദ്യോഗസ്ഥർക്ക്, സൈനിക ഉദ്യോഗസ്ഥർക്ക് അല്ലെങ്കിൽ ഇന്റലിജൻസ് ഉദ്യോഗസ്ഥർക്ക്, അത്തരം ആളുകൾക്കൊക്കെ രാജ്യത്തിന്റെ സുരക്ഷയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ആളുകൾക്ക് മുഴുവൻ ഔട്ട് ഓഫ് ദ ബോക്സ് ഇത്തരം കാര്യങ്ങൾ ചെയ്യാനുള്ള ഒരു റൈറ്റ് ഉണ്ട് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അങ്ങനെ ചെയ്യാൻ ഒരു തിരക്കടുമില്ല. ചില സംഘടനകളുടെ നേതാക്കളുമായി കാണാം, സംസാരിക്കാം, അവരുമായിട്ട് വിഷയങ്ങൾ ചർച്ച ചെയ്യാം, അവരുമായിട്ട് അവരുടെ ഭാഗത്തുനിന്നുള്ള നിർദ്ദേശങ്ങൾ കേൾക്കാം. ഇതിലൊക്കെ ചെയ്യുന്നതിൽ എന്താ തെറ്റുള്ളത്? അങ്ങനെ ചെയ്യണം ഉദ്യോഗസ്ഥർ എന്നാണ് ഞാൻ പറയുക. കാരണം അങ്ങനെ ചെയ്യുന്ന സമയത്താണ് ഔട്ട് ഓഫ് ദ ബോക്സ് തിങ്കിങ് ഉണ്ടാകണം അത്തരം കാര്യങ്ങൾ എന്നാണ് എന്റെ അഭിപ്രായം. ഒന്ന്. രണ്ടാമത്തെ കാര്യം, ഇവിടെ ഹസ്കർ പറഞ്ഞതും അതുപോലെ തന്നെ അബിൻ വർക്കി പറഞ്ഞ ചില കാര്യങ്ങൾക്ക് മറുപടിക്ക് പോകുന്നതിന് എന്റെ ചോദ്യം തീർന്നില്ല. അങ്ങേക്ക് അവരോട് മറുപടി പറയാം. അതിനു മുൻപ് ശ്രീ TP സെൻകുമാറുമായി ബന്ധപ്പെട്ട് ഉണ്ടായ പ്രശ്നം അങ്ങേക്ക് ഓർമ്മയുണ്ടല്ലോ. നിയമസഭയിൽ മുഖ്യമന്ത്രി അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ചായ്വിനെ പറ്റി എതിർത്ത് പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ. അദ്ദേഹം പുറത്താക്കപ്പെട്ടതും അദ്ദേഹം സുപ്രീം കോടതിയിൽ പോയതും അന്ന് BJP അദ്ദേഹത്തിന് രാഷ്ട്രീയമായി പിന്തുണ നൽകിയതും ഒക്കെ ഓർമ്മയുണ്ടല്ലോ. അപ്പോൾ അന്ന് സെൻകുമാറിന് ബാധകമല്ലാത്ത എന്തോ ഒന്ന്, സെൻകുമാറിന് ഇല്ലാതെ പോയ ഒരു പ്രത്യേക പരിച MR അജിത് കുമാർ കിട്ടുന്നുണ്ട്. അല്ല, അതല്ല, തീർച്ചയായിട്ടും അതല്ല നിങ്ങൾ പിണറായി വിജയനോടും CPM-നോടാണ് ചോദിക്കേണ്ടത്. പിണറായി വിജയനെ ഭീഷണിപ്പെടുത്താൻ തക്കവണ്ണമുള്ള, ഇടതുപക്ഷത്തെ ഭീഷണിപ്പെടുത്താൻ തക്കവണ്ണമുള്ള എന്തെങ്കിലും മരുന്ന് അജിത് കുമാറിന്റെ കയ്യിൽ ഉണ്ടായിരിക്കാം എന്നാണ് അതിന്റെ ഉത്തരം. അതിന് മറുപടി പറയേണ്ടത് ഞങ്ങളല്ല. ഇവിടെ ഞാൻ ബാക്കി രണ്ടുപേരുടെ കാര്യങ്ങളോട് മറുപടി പറയട്ടെ, അതല്ലെങ്കിൽ സമയം കിട്ടാതെ പോകും. അസ്കർ പറഞ്ഞ ചില കാര്യം എന്താ? അസ്കർ ഞങ്ങളെ നെഹ്റു നിരോധിച്ചതാണ്, പട്ടേൽ നിരോധിച്ചതാണെന്ന് പറഞ്ഞു. അതേ പട്ടേലും നെഹ്റുവും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ നിരോധിച്ചല്ലോ. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ നെഹ്റു നിരോധിക്കുക മാത്രമല്ല, ആ നിരോധനത്തിന്റെ പേരിൽ നെഹ്റു 1949 കൽക്കട്ടയിൽ പോകുന്ന സമയത്ത് സഖാക്കൾ നെഹ്റുവിന്റെ മീറ്റിംഗിന് നേരെ ബോംബെറിഞ്ഞു. 2 പേരാണ് കൊല്ലപ്പെട്ടത്. അന്ന് നെഹ്റു കമ്മ്യൂണിസ്റ്റുകാരെ രാജ്യദ്രോഹികൾ എന്നാണ് വിളിച്ചത്. ചരിത്രത്തിന്റെ ഭാഗമല്ലേ ഇത്? 2 തവണ കമ്മ്യൂണിസ്റ്റ് പാർട്ടി നിരോധിക്കപ്പെട്ടില്ലേ രാജ്യത്ത്? ചൈനീസ് യുദ്ധകാലത്ത് ചൈനയ്ക്ക് അനുകൂലമായ നിലപാടെടുത്തതിന്റെ പേരിൽ നിങ്ങൾ നിരോധിക്കപ്പെട്ടിട്ടില്ലേ? അപ്പൊ 2 തവണ നിരോധിക്കപ്പെട്ട സംഘടനയാണ് നിങ്ങളുടേത്. RSS-നെ നിരോധിച്ചിട്ടുണ്ടെങ്കിൽ RSS-നെതിരെയുള്ള നിരോധനം ഗവൺമെന്റോ സുപ്രീം കോടതിയോ എടുത്ത് ചവറ്റുകൊട്ടയിൽ തള്ളിയിട്ടുണ്ട്. ഈ നെഹ്റു നിരോധിച്ച അല്ലെങ്കിൽ പട്ടേൽ നിരോധിച്ച അതേ RSS-നെ തന്നെ പിന്നീട് 62-ൽ ഇന്ത്യ ചൈന യുദ്ധത്തിന് ശേഷം ഡൽഹിയിൽ നടന്ന റിപ്പബ്ലിക് ഡേ പരേഡിൽ ഇന്ത്യൻ സൈന്യത്തോടൊപ്പം റൂട്ട് മാർച്ച് ചെയ്യാൻ വേണ്ടി RSS-നെ ക്ഷണിച്ചിട്ടുണ്ട് ഔദ്യോഗികമായി. RSS ഇന്ത്യൻ സൈന്യത്തോടൊപ്പം ഡൽഹിയിൽ നടന്ന പഥസഞ്ചലനത്തിൽ പങ്കെടുത്തിട്ടുണ്ട്. അതും ചരിത്രത്തിന്റെ ഭാഗമാണ്. അങ്ങനെ RSS ഒരു തൊട്ടുകൂടാത്ത സംഘടനയാണെങ്കിൽ നെഹ്റു പ്രധാനമന്ത്രിയാവുന്ന സമയത്ത് RSS-നെ ക്ഷണിക്കുമോ? RSS-ന്റെ 3000-ഓളം സ്വയം സേവകർ ഗണവേഷത്തിലാണ് ഇന്ത്യയുടെ റിപ്പബ്ലിക് ഡേ പരേഡിൽ അന്നത്തെ രാജ്പഥിൽ, ഇന്നത്തെ കർത്തവ്യ പഥിൽ പങ്കെടുത്തത്. ചരിത്രത്തിന്റെ ഭാഗമാണ്. നിങ്ങളുടെ കമ്മ്യൂണിസ്റ്റുകാരുടെ മറ്റേ കോട്ടമൈതാനത്ത് ചേരുന്ന പരിപാടിയല്ല, കവാത്തല്ല, റെഡ് വൾഡിയർ പരിപാടിയല്ല ഇത്. RSS ആണ്, സംഘടന വേറെയാണ്. അത് ഈ ഹസ്കറിന് മനസ്സിലാകാത്തതുകൊണ്ടാണ്. ഇവിടെ ഹസ്കർ നിർലജ്ജം പോപ്പുലർ ഫ്രണ്ടിനെ ന്യായീകരിക്കുന്ന നിലപാടെടുത്തു. അത് ഇടതുപക്ഷത്തിന്റെ ലെവലിൽ ചെയ്യരുതെന്നേ ഞാൻ പറയുന്നുള്ളൂ. എനിക്ക് ഇടതുപക്ഷത്തിന്റെ ആളാവേണ്ട കാര്യമില്ല. പക്ഷേ ഇടതുപക്ഷത്തിന്റെ ആളായി വന്നുകൊണ്ട് പോപ്പുലർ ഫ്രണ്ടിന്റെ നിരോധനം തെറ്റായിരുന്നു എന്ന് പറയുമ്പോൾ അതിന് മറുപടി പറയുന്നത് ഇടതുപക്ഷത്തിന്റെ നേതാക്കന്മാരാണ്. ഇദ്ദേഹം ഇടതുപക്ഷത്തിന്റെ ആളാണോ അതോ പോപ്പുലർ ഫ്രണ്ടിന്റെ ആളാണോ എന്നുള്ളത് സംബന്ധിച്ച് ഇടതുപക്ഷക്കാർ ചർച്ചയ്ക്ക് അയക്കുന്നവർ മറുപടി പറയേണ്ടി വരും. അത് മാത്രമേ കാര്യത്തിൽ പറയാനുള്ളൂ. ഇടതുപക്ഷ നിരീക്ഷകൻ എന്ന പേരിൽ പറയരുത്, പോപ്പുലർ ഫ്രണ്ട് നിരീക്ഷകൻ എന്ന് പറയേണ്ടി വരും. എങ്ങനെയാണ് പോപ്പുലർ ഫ്രണ്ട് നിരോധനത്തെ മറ്റ് സംഘടന നിരോധനവുമായിട്ട് ഇവർക്ക് താരതമ്യപ്പെടുത്താൻ സാധിക്കുന്നത്? എന്ത് ധൈര്യത്തിലാണ് ചെയ്യാൻ സാധിക്കുന്നത്? ഈ സംസ്ഥാനത്ത് രാജ്യത്ത് ഇത്രയും അധികം കുഴപ്പങ്ങൾ കാട്ടിക്കൂട്ടിയ സംഘടന, രാജ്യവിരുദ്ധമായ പ്രവർത്തനം നടത്തിയ ഒരു സംഘടന എങ്ങനെ നിങ്ങൾക്ക് ന്യായീകരിക്കാൻ കഴിയുന്നത്? RSS വേറെയാണ് സാർ. RSS-ന്റെ ചെലവിൽ മറ്റുള്ളവരെ ന്യായീകരിക്കാൻ നിൽക്കരുത്. പിന്നെ ഗാന്ധിവധത്തിന്റെ കാര്യം പറഞ്ഞു. ഗാന്ധിവധത്തിന്റെ സമയത്ത് ഹിന്ദു മഹാസഭയുടെ അഖിലേന്ത്യാ അധ്യക്ഷൻ ആരായിരുന്നു? നിർമ്മൽ ചന്ദ്ര ചാറ്റർജി. ആരായിരുന്നു നിർമ്മൽ ചന്ദ്ര ചാറ്റർജി? സോമനാഥ് ചാറ്റർജിയുടെ പിതാവ്. ഈ നിർമ്മൽ ചന്ദ്ര ചാറ്റർജി ഗാന്ധിവധത്തിന് ശേഷം ഹിന്ദു മഹാസഭ വിട്ട് പിന്നീട് ഏത് പാർട്ടിയിലാണ് ചേരുന്നത്? അദ്ദേഹം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലാണ് ചേരുന്നത്. ബംഗാളിൽ നിന്ന് അരിവാൾ ചുറ്റിയ നക്ഷത്രത്തിൽ CPM-ന്റെ MP ആയി പോയില്ലേ നിർമ്മൽ ചന്ദ്ര ചാറ്റർജി? നിഷേധിക്കാൻ കഴിയോ? ഹിന്ദു മഹാസഭയുടെ അധ്യക്ഷനെ, ഗാന്ധിവധത്തിന്റെ സമയത്ത് ഹിന്ദു മഹാസഭയുടെ അധ്യക്ഷനെ, ആ വധത്തിന് ഉത്തരവാദിയായിട്ടുള്ള ഹിന്ദു മഹാസഭയുടെ അധ്യക്ഷനെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പട്ടുമുളയും കൊടുത്ത് ആദരിച്ചു എന്നതാണ് ചരിത്രം. എന്തിനാദരിച്ചു? ഒരു കാര്യം കൂടി ചോദിക്കട്ടെ അസ്കറെ. ഗാന്ധി വധത്തെ അപലപിക്കാത്ത ലോകത്തെ ഒരേ ഒരു രാഷ്ട്ര നേതാവ് ആരായിരുന്നു? അത് ജോസഫ് സ്റ്റാലിൻ ആയിരുന്നു. റഷ്യയുടെ സ്റ്റാലിൻ ആയിരുന്നു. റഷ്യയുടെ ഒരു ഔദ്യോഗിക ആദരാഞ്ജലിയും ഗാന്ധിജിക്ക് ഉണ്ടായില്ല. അപ്പൊ ഗാന്ധിയെ വധിക്കാൻ വേണ്ടി കൊട്ടേഷൻ കൊടുത്തത് ആരാ? ഗാന്ധിയെ വധിക്കാൻ വേണ്ടി കൊട്ടേഷൻ കൊടുത്തത് ആരാണ്? ആ വധത്തിന് പുറകിൽ പ്രവർത്തിച്ച സംഘടനയുടെ പ്രസിഡന്റിനെ പിന്നീട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്തിനു കൊണ്ടുപോയി MP ആക്കി? അദ്ദേഹത്തിന്റെ മകനെ പിന്നീട് എന്തിന് നേതാവാക്കി? ഈ കാര്യങ്ങൾക്ക് ചരിത്രം മറുപടി പറയണം. ആ ചരിത്രം അതിൽ മറുപടി തേടണം.
നിങ്ങൾ ഏകപക്ഷീയമായി RSSനെ കുറ്റപ്പെടുത്തില്ലേ? RSSനെതിരായിട്ടുള്ള ആക്ഷേപം ഒന്നിൽ കൂടുതൽ ജുഡീഷ്യൽ കമ്മീഷനിൽ അന്വേഷിച്ചു, തെറ്റാണ് എന്ന് കണ്ടെത്തി. RSSന് ഗാന്ധിവധവുമായി ബന്ധമില്ല എന്ന് ഒന്നിലധികം തവണ അന്വേഷിച്ച് കണ്ടെത്തിയതാണ്. വീണ്ടും അതെടുത്തുകൊണ്ട് നടക്കാൻ നിൽക്കണ്ട. ഇനി ഒരു കാര്യം പറയാം. 1977 ടി ശിവദാസമേനോന്റെ പാലക്കാട്ടെ തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ, ഒരു സെക്കൻഡ്, അദ്ദേഹത്തിന്റെ രക്തസാക്ഷിത്വത്തിന് ശേഷമാണ് RSS നിരോധിക്കപ്പെട്ടത് എന്നുള്ളത് ഗൗരവതരമായ ഒരു കാര്യമാണ്. അത് പിന്നീട് തെളിയിക്കപ്പെട്ടു, പിന്നീട് കേസ് ഇല്ലാതെ പോയി എന്നുള്ളത് കൊണ്ട് അപ്പോഴത് നിരോധിക്കപ്പെട്ടു എന്നത് ഇല്ലാതെ പോകുന്ന ഒന്നല്ല. കമ്മ്യൂണിസ്റ്റ് പാർട്ടി നിരോധിക്കപ്പെട്ടു എന്നുള്ളത് അങ്ങ് ആവർത്തിച്ച് പറയുമ്പോൾ ഒരിക്കലും RSS ഗാന്ധിമതത്തിന് ശേഷം നിരോധിക്കപ്പെട്ടിട്ടില്ല എന്നുള്ളൊരു വസ്തുത അവിടെ വരുന്നില്ലല്ലോ. രാജ്യത്തിന്റെ രാഷ്ട്രപിതാവിന്റെ മരണത്തിന് ശേഷം നിരോധിക്കപ്പെട്ട ഒരു സംഘടന തന്നെയാണ്. അങ്ങ് പറഞ്ഞതുപോലെ എല്ലാ കാലത്തും നിയമവിധേയമായി മാത്രം പ്രവർത്തിക്കുന്ന ഒരു സംഘടന എന്നുള്ളതാണെങ്കിൽ എന്തിനാണെന്ന് നിരോധിക്കപ്പെട്ടത്? ഞാൻ മറുപടി പറയാം മാധു. ഗാന്ധിവധത്തിന് ശേഷം RSSനെ നിരോധിച്ചു എന്നുള്ളത് ശരിയാണ്. അത് തെറ്റായ ധാരണയുടെ പുറത്തായിരുന്നു. ആ നിരോധിച്ചവർ തന്നെ അത് പിന്നീട് പിൻവലിക്കുകയാണ് ചെയ്തത്. മാത്രമല്ല RSSനെ തന്നെ ഈ നിരോധിച്ച ആളുകൾ തന്നെ ക്ഷണിച്ച് ഇന്ത്യൻ സൈന്യത്തോടൊപ്പം റൂട്ട് മാർച്ച് ചെയ്യിപ്പിച്ചു. ചരിത്രത്തിന്റെ ഭാഗമാണെന്നേ. RSSുമായി നിരന്തരമായിട്ട് സംഭാഷണം നടത്തി. ഇനി ഒരു കാര്യം കൂടി പറയാം. 1977 പാലക്കാട് ടി ശിവദാസമേനോന്റെ തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തത് ആരാണ്? ഒരു സെക്കൻഡ് മാധു, പ്ലീസ് മറുപടി വരെ സമയക്ക്. മറുപടി ഒരു മിനിറ്റ് ഞാൻ അവസാനിപ്പിക്കാം. ടി ശിവദാസമേനോന്റെ തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്ത വ്യക്തിയുടെ പേര് LK അദ്വാനി എന്നായിരുന്നു. അന്ന് പാലക്കാട് ശിവദാസമേനോന് കിട്ടിയിട്ടുള്ള 1,93,000 വോട്ടുകളിൽ RSSന്റെ വോട്ടുമുണ്ട്. നിങ്ങൾ മറക്കരുത്. ഇനി ഒരു കാര്യം, അബിൻ ബാർക്കി കേസുകൾ ഒത്തീർപ്പാക്കിയത് ഞാൻ അവസാനിപ്പിക്കാം. നിങ്ങൾ അബിന് മറുപടി പറയുമ്പോൾ ഇടപെടല്ലേ? അബിന് മറുപടി പറയുമ്പോൾ ഇടപെടല്ലേ മാധു? RSSന്റെ നിരോധനം പിൻവലിക്കണമെന്ന ആവശ്യം മുന്നോട്ട് ചേരി എന്ന് പറയുന്നത് ഈ അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം CPM അടക്കമുള്ള സംഘടനകളെല്ലാം അതിൽ അണിനിരന്നവരാണ്. ഗോൾവാക്കർ മരിച്ചപ്പോൾ പാർലമെന്റ് അനുശോചനം രേഖപ്പെടുത്തി. പാർലമെന്റ് അംഗങ്ങൾ മരിക്കുമ്പോൾ മാത്രമാണ് സാധാരണഗതിയിൽ അത്തരം അനുശോചനം രേഖപ്പെടുത്താറുള്ളത്. പക്ഷെ അതിനപ്പുറത്തേക്ക് ഗോൾവാക്കർ മരിക്കുമ്പോൾ അനുശോചനം രേഖപ്പെടുത്തുന്നു. അന്ന് ഇന്ദിരാഗാന്ധിയുടെ അടക്കം വാക്കുകൾ എന്തായിരുന്നു എന്നത് കോൺഗ്രസുകാർ ഒന്ന് തിരിഞ്ഞു നോക്കി ചരിത്രം പഠിക്കണമെന്ന് ഇന്ന് PS ശ്രീധരൻപിള്ള ആവശ്യപ്പെടുന്നു. അപ്പോൾ RSSന്റെ നിരോധനം പട്ടേലും നെഹ്റുവും ഏർപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ അവർ തന്നെ പിൻവലിച്ചു. കടിച്ച പാമ്പിനെ കൊണ്ട് വിഷമിറക്കുക എന്നുള്ളൊരു ടോണിലാണത് പറയപ്പെടുന്നത്. അതിനൊപ്പം തന്നെ ഗോൾവാക്കർക്ക് അനുശോചനം രേഖപ്പെടുത്താൻ ഇന്ദിരാഗാന്ധി നിങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട എക്കാലത്തെയും നേതാവ് തയ്യാറായിരിക്കുന്നു എന്നടക്കമുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് നിങ്ങൾ ഈ പറയുന്ന അയിത്തവും നിങ്ങൾ ഈ പറയുന്ന തൊട്ടുകൂടായ്മയും ഒക്കെ ഒരു കെട്ടുകാഴ്ച മാത്രമാണെന്ന് സമർത്ഥിക്കുകയാണ് ഇന്ന് ആ ചടങ്ങിൽ PS ശ്രീധരൻപിള്ളയും സുരേഷ് ഗോപിയും ഒക്കെ. അബിൻ കേൾക്കാമോ? എന്നോടാണ് ചോദ്യം? അതെ അങ്ങോട്ടാണ്. അതായത് ഇപ്പോൾ ശ്രീ സന്ദീപ് വാര്യർ ഇവിടെ RSSന്റെ മേന്മയെക്കുറിച്ചൊക്കെ പറഞ്ഞ് അദ്ദേഹം RSS ഗാന്ധിവധത്തിൽ വളരെ നിഷ്കളങ്കരായിരുന്നു, RSSന് അതുമായിട്ട് ബന്ധമൊന്നുമില്ല എന്നൊക്കെ പറയുമ്പോൾ RSSനെ നിരോധിച്ചത് എന്തിനു വേണ്ടിയിട്ടാണ് എന്നുള്ളതും അതിൻ്റെ പിൽക്കാല ചരിത്രവും ഒക്കെ നമുക്കറിയാം. അതിനുശേഷം അദ്ദേഹം പറഞ്ഞു അതിൻ്റെ പ്രത്യുപകാരം അത് തെറ്റുതിരുത്തലിൻ്റെ ഭാഗമായിട്ട് 1963 റിപ്പബ്ലിക് ഡേ പരേഡിൽ RSSന്റെ 3000 സ്വയം സേവകരെ ജവഹർലാൽ നെഹ്റു പങ്കെടുപ്പിച്ചു. അപ്പം ഞാൻ ഇപ്പോൾ മാധുവിന് ഒരു റിപ്പോർട്ട് അയച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് സ്ഥിരമായി RSSന്റെ ക്യാപ്സ്യൂൾ ഫാക്ടറിയിൽ നിന്ന് ഇറങ്ങിക്കൊണ്ടിരുന്ന ഒരു ക്യാപ്സ്യൂളാണ്. ഈ ക്യാപ്സ്യൂൾ ഇങ്ങനെ സ്ഥിരമായി ഇറങ്ങിക്കൊണ്ടിരുന്നപ്പോൾ ഇത് സ്ഥിരമായി ഇറക്കിക്കൊണ്ടിരുന്ന ഇന്ത്യ ടുഡേ ഒരു RTI അത് ആർക്കാണ് വെച്ചത്? കേന്ദ്ര ഡിഫൻസ് മിനിസ്ട്രി. അവരാണ് ഇതുമായി ബന്ധപ്പെട്ട കൃത്യമായ വിവരം കൊടുക്കേണ്ടത്. ആരുടെ ഡിഫൻസ് മിനിസ്ട്രി? രാജ്നാഥ് സിംഗിൻ്റെ ഡിഫൻസ് മിനിസ്ട്രി. ആ ഡിഫൻസ് മിനിസ്ട്രിയോട് ചോദിച്ച 4 ചോദ്യങ്ങൾ ഞാൻ അയച്ച റിപ്പോർട്ടിൻ്റെ താഴെയുണ്ട്. 1, 62 യുദ്ധത്തിൽ ഇവർ പങ്കെടുത്തിരുന്നു. 2, 63 റിപ്പബ്ലിക് ഡേ പരേഡിൽ ഇവരെ പങ്കെടുപ്പിച്ചിരുന്നു. ഇവരുടെ ഡിഫൻസ് മിനിസ്ട്രി പറഞ്ഞത് എന്താണെന്നറിയോ? അതുമായി ബന്ധപ്പെട്ട യാതൊരു വിവരവും ഈ ഡിഫൻസ് മിനിസ്ട്രി ഇല്ല എന്ന് പറയുന്നത്. ക്യാപ്സ്യൂൾ ഫാക്ടറിയിൽ നടക്കുന്ന ക്യാപ്സ്യൂളുകൾ അങ്ങനെ ഒരു റെക്കോർഡ് ഇന്ത്യൻ ഡിഫൻസ് മിനിസ്ട്രിയുടെ കയ്യിൽ ഇല്ല എന്നുള്ളത് ഇന്ത്യൻ ചരിത്രത്തിൽ അങ്ങനെയൊന്നുമില്ല. ഇതൊക്കെ ചുമ്മാ RSSന്റെ അമിത് മാളവിയയുടെ ഫേക്ക് ക്യാപ്സ്യൂൾ ഫാക്ടറി പറയുന്നുണ്ട്. അതിനപ്പുറത്തേക്കുള്ള റെക്കോർഡ് ഉണ്ട് എങ്കിൽ സന്ദീപ് വാര്യർ പറയുന്നതായിരിക്കും. അങ്ങ് പൂർത്തിയായിരിക്കും. ഇത് ഞാൻ ഫേക്ക് ക്യാപ്സ്യൂൾ ഫാക്ടറി അല്ല RTI രേഖ ആര് ഞങ്ങളാണോ കൊടുക്കേണ്ടത്? കേന്ദ്ര ഡിഫൻസ് മിനിസ്ട്രി, രാജ്നാഥ് സിംഗിന്റെ ഡിഫൻസ് മിനിസ്ട്രി, കേന്ദ്ര ഡിഫൻസ് മിനിസ്ട്രി കൊടുക്കാത്ത രേഖ എന്റെ കയ്യിൽ എവിടെയുള്ളത്?
എന്താണ് 20 വർഷത്തെ കിട്ടുള്ളൂ. ഏത് 947 മുതലുള്ള കിട്ടില്ല. കംപ്ലീറ്റ് ചരിത്രമുള്ള നാഷണൽ ആർക്കൈവ്സിന്റെ കിട്ടില്ല. നാഷണൽ ആർക്കൈവ്സിന്റെ ചരിത്രത്തിലുള്ള അങ്ങനെയൊന്നുമില്ല. നാഷണൽ ആർക്കൈവ്സിന്റെ ചരിത്രത്തിലുള്ള എല്ലാ രേഖകളും ആർക്കൈവ്സിൽ നിന്ന് ലഭിക്കും. അതിൽ RSSുമായി ബന്ധപ്പെട്ട ചരിത്രമില്ല എന്ന് ഡിഫൻസ് മിനിസ്റ്റർ രാജ്നാഥ് സിംഗിന്റെ മിനിസ്ട്രി പറയണം എന്നുണ്ടെങ്കിൽ പ്രിയപ്പെട്ട സന്ദീപ് വാര്യരെ അങ്ങനെ ഒരു രേഖയും ഇല്ല. ആ മിനിസ്ട്രിയുടെ അയൽവക്കത്തില്ല. ഫേക്കാണ്, ക്യാപ്സ്യൂളാണ് എന്നത് മനസ്സിലാക്കാൻ അധികം വലിയ ബുദ്ധിയൊന്നും വേണ്ട. ഇതൊന്നുമല്ല. ചോദ്യം വളരെ സ്പെസിഫിക് ആണ്. ഞാൻ ചോദ്യം വളരെ സ്പെസിഫിക് ആണ്. ഞാൻ പറഞ്ഞു കഴിഞ്ഞിട്ട് താങ്കൾ മറുപടി പറഞ്ഞോളൂ. ഞാൻ പറഞ്ഞു കഴിഞ്ഞിട്ട് താങ്കൾ മറുപടി പറഞ്ഞോ. ഞാൻ പറഞ്ഞു കഴിഞ്ഞിട്ട് താങ്കൾ മറുപടി പറഞ്ഞോളൂ ശ്രീ സന്ദീപ് വാര്യർ. ഞാൻ പറഞ്ഞിട്ട് താങ്കൾ മറുപടി പറഞ്ഞോളൂ. അതാണല്ലോ അതിന്റെ ഒരു ചർച്ചയുടെ മാന്യത. അപ്പൊ താങ്കളും ഞാൻ ഇടയ്ക്ക് ഒരു ചോദ്യം ചോദിക്കുമ്പോൾ താങ്കൾ സമ്മതിക്കാറില്ല. കാരണം അതിന്റെ ചർച്ചയുടെ മാന്യതയാണ്. ഞാനും ആ മാന്യത പുലർത്തുന്നയാളാണ്. എന്റെ സ്പെസിഫിക് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ എന്താണ്? ഇപ്പോ സ്വർണ്ണക്കള്ളക്കടത്ത് 2019 തുടങ്ങി, 2018-19, ഇന്ന് കൊല്ലം 2024. ഈ കഴിഞ്ഞ 6 കൊല്ലമായി സ്വർണ്ണക്കള്ളക്കടത്തിൽ ആരോപണ വിധേയനായ മുഖ്യമന്ത്രിയെ എന്തുകൊണ്ട് ചോദ്യം ചെയ്തില്ല? ആ സ്വർണ്ണക്കള്ളക്കടത്തിൽ അന്വേഷണം നടത്തുന്ന കേന്ദ്ര അന്വേഷണ ഏജൻസികൾ എന്തുകൊണ്ട് അതിനുശേഷം 2019 ശേഷം വന്ന പി ശശിയും അജിത് കുമാറും ഈ സ്വർണ്ണക്കള്ളക്കടത്ത് തുടരുന്നു എന്നുണ്ടെങ്കിൽ കേന്ദ്ര അന്വേഷണ ഏജൻസികൾ എവിടെ പോയി കിടക്കുകയായിരുന്നു? അതൊക്കെ പോട്ടെ. ഇപ്പൊ ഒരു ഭരണപക്ഷ MLA കേരളത്തിലെ പ്രധാനപ്പെട്ട ലോ ആൻഡ് ഓർഡർ ADGPയെ കുറിച്ചും കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിയെ കുറിച്ചും കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ കുറിച്ചും ഇത്ര ഗുരുതരമായ ആരോപണം എന്തൊക്കെയാണ്? കൊലപാതക കേസ്, സ്വർണ്ണക്കള്ളക്കടത്ത് കേസ്, സ്വർണം പൊട്ടിക്കൽ കേസ്, അധോലോക കേസ്, ദാവൂദ് ഇബ്രാഹിമിനെ റോൾ മോഡലായി കാണുന്ന ADGP എന്നൊക്കെ പറഞ്ഞ് കഴിഞ്ഞ 1 മാസമായി ഇവിടെ വലിയ കോലാഹലം ഉണ്ടാക്കിയിട്ട് അമിത്ഷായുടെ മണത്ത് പറയുന്ന കേന്ദ്ര അന്വേഷണ ഏജൻസി എവിടെ പോയി? സന്ദീപ് വാര്യരെ എവിടെ പോയി? അവിടെയാണ് ഈ ചർച്ചയുടെ പ്രസക്തി. അവിടെയാണ് സീക്രട്ടായി ഹയാത്തിൽ തന്റെ സ്വന്തം ഔദ്യോഗിക വാഹനമിട്ട് മറ്റൊരു വാഹനത്തിൽ RSS മേധാവിയെ കണ്ടതും അതിനുശേഷം റാം മാധവിനെ കണ്ടതും മുഖ്യമന്ത്രിയുടെ ഒത്താശക്കാരനായിട്ടാണ്, മുഖ്യമന്ത്രിയുടെ ഇടനിലക്കാരനായിട്ടാണ്. ആ ഇടനിലയുടെ ഉത്തരമാണ്. ആ ഇടനിലക്കാരൻ കഴിഞ്ഞ 1 കൊല്ലമായി ഈ സന്ദർശനത്തിന്റെ വിവരം ആരോടും പറഞ്ഞിട്ടില്ല. സന്ദർശിച്ചു എന്നുള്ള കാര്യത്തിൽ തർക്കവുമില്ല. എന്താണ് സംസാരിച്ചത് എന്ന് പുറത്തും പറഞ്ഞിട്ടില്ല. അതായത് മുഖ്യമന്ത്രി അകാരണമായി നിങ്ങളും BJPയും കോൺഗ്രസും ഇടതുപക്ഷത്തെ MLA-മാരും ഒരേ കണക്കിൽ ആരോപണ വിധേയനാക്കുന്ന അജിത് കുമാറിനെ മുഖ്യമന്ത്രി സംരക്ഷിക്കുന്നുണ്ടെങ്കിൽ മുഖ്യമന്ത്രിക്ക് വേണ്ടിയാണ് അജിത് കുമാർ ഈ കൂടിക്കാഴ്ച നടത്തിയത് എന്ന് മനസ്സിലാക്കാൻ പാഴൂർ പടിപ്പുര വരെ പോകണ്ട സന്ദീപ് വാര്യരെ. അതിനൊത്താശ ചെയ്തു കൊടുത്തത് BJPയും RSS നേതൃത്വമാണ്. ഇപ്പോ ശ്രീ ഹസ്കർ ഇവിടെ കുറെ കാര്യങ്ങൾ പറയുന്നുണ്ടല്ലോ. ഇപ്പൊ മാധു ആദ്യം ചോദിച്ചു നരേന്ദ്രമോദിയെ കാണുന്നത് വലിയ കുഴപ്പമില്ല. നിങ്ങൾ ഓർക്കുന്നില്ലേ NK പ്രേമേന്ദ്രനെ എന്തിനാണ് ഈ ഹസ്കർ ഉൾപ്പെടെയുള്ളവർ, കൊല്ലത്താണല്ലോ ശ്രീ ഹസ്കർ, ഈ ഹസ്കർ ഉൾപ്പെടെയുള്ളവർ കൊല്ലം പാർലമെന്റ് തെരഞ്ഞെടുപ്പിന് മുമ്പ് അവിടെ നടത്തിയ വിദ്വേഷ പ്രചരണം എന്താ? നരേന്ദ്രമോദിയെ കണ്ട് ചായ കുടിച്ച് സംഘിയായ പ്രേമേന്ദ്രൻ നാണോ ഉളുപ്പുകൊണ്ടോ ഇടതുപക്ഷക്കാരന് RSSന്റെ മേധാവിയെ കണ്ടിട്ട് ഇവിടെ വന്ന് ന്യായീകരിച്ച് RSS പ്രധാനപ്പെട്ട സംഘടനയാണെന്ന് ഷംസീർ പറയുമ്പോൾ അതിന് ഒത്താശ ചെയ്ത് സംരക്ഷണ കവചമൊരുക്കുന്ന പിണറായി വിജയന് വേണ്ടി കുഴലൂതാൻ ഈ ഇടതുപക്ഷക്കാരന് നാണവും ഉളുപ്പുമുണ്ടോ? നിങ്ങൾ പോയി ആ പ്രേമേന്ദ്രനോട് ഒരു മാപ്പെങ്കിലും ഇന്ന് കുളിക്കാൻ കണ്ണാടിയുടെ മുമ്പിൽ പ്രേമചന്ദ്രൻ പാർലമെന്റിന്റെ ക്യാന്റീനിൽ വെച്ച് പ്രധാനമന്ത്രിക്കൊപ്പം ഭക്ഷണം കഴിച്ചതിന് അദ്ദേഹം വിമർശനം നേരിടേണ്ടി വരുന്നു. തെരഞ്ഞെടുപ്പ് കാലത്താകെ പ്രചാരണ വിഷയമായിരുന്നു. അവിടെയാണ് MR അജിത് കുമാർ കണ്ടാൽ എന്താ എന്ന് നിസ്സാരവൽക്കരിക്കാൻ ആദ്യഘട്ടത്തിലെങ്കിലും കഴിയുന്നത് എന്നുള്ളതാണ്. ശ്രീ ഹസ്കർ കണ്ടാൽ എന്താ എന്ന് CPM-നും BJPക്കും ആവർത്തിച്ച് ചോദിക്കാമെങ്കിൽ പിന്നെ ഞങ്ങൾക്കാണോ പ്രശ്നം? ശ്രീ ഹസ്കർ, ശ്രീ ഹസ്കർ കേൾക്കാമോ? ഓക്കെ, സംഗതി പ്രശ്നമുണ്ട്. പെട്ടെന്ന് വരാൻ ബ്രേക്ക്. എനിക്ക് കേൾക്കാൻ കഴിഞ്ഞില്ല മാധു, ആ ചോദ്യം ഒന്നുകൂടെ ആവർത്തിച്ചു. ഓക്കെ, തിരിച്ചു വന്നു. ശ്രീ ഹസ്കർ, അതായത് കണ്ടാൽ എന്താ എന്ന് CPM-നും BJPക്കും ഏകമനസ്സാണ് എങ്കിൽ ഞങ്ങൾക്ക് മാത്രം, കുറച്ച് പുതുതലമുറ മാധ്യമപ്രവർത്തകർക്ക് മാത്രമാണോ ഒരു ആശയക്കുഴപ്പമുള്ളത്? CPM-കാർക്ക് അങ്ങനെ RSS-മായി ഒരു
ഒരു പാലത്തിന്റെ ആവശ്യമില്ല, അങ്ങനെയല്ല ഈ പാർട്ടി, ഞങ്ങൾക്കൊരു ചുക്കും അറിയാത്തത് കൊണ്ടാണ് ഈ പാർട്ടിയെ കുറിച്ച്? മാധു, ഇതിൽ ഈ ആശയക്കുഴപ്പവും വിവാദവും വളരെ എളുപ്പത്തിൽ അവസാനിപ്പിക്കാമെന്നാണ് ഞാൻ കരുതുന്നത്. ഇതിൽ അതിൻ്റെ സ്റ്റേക്ക് ഹോൾഡേഴ്സ്, ഈ മീറ്റിങ്ങുകളുടെ സ്റ്റേക്ക് ഹോൾഡേഴ്സ് എന്ന് പറയുന്ന രണ്ടുപേരാണ്. ഒന്ന് ശ്രീ MR അജിത് കുമാറും മറ്റൊന്ന് RSS നേതാക്കന്മാരായിട്ടുള്ള ദത്താത്രേയ ഹൊസബല്ലയും അതുപോലെ റാം മാധവുമാണ്. എന്തായിരുന്നു ആ കൂടിക്കാഴ്ചയുടെ കാര്യകാരണങ്ങൾ, എന്തായിരുന്നു കൂടിക്കാഴ്ചയുടെ ആവശ്യം, എന്തായിരുന്നു ആ കൂടിക്കാഴ്ചയിൽ നടന്ന ചർച്ച എന്നുള്ളത് തുറന്നു പറയാനുള്ള ബാധ്യത ശ്രീ MR അജിത് കുമാറിനും അതുപോലെ തന്നെ ദത്താത്രേയ ഹൊസബല്ലയ്ക്കും റാം മാധവിനുണ്ട്. അപ്പോൾ സ്വാഭാവികമായും ഒരു പോലീസ് ഓഫീസർ എന്നുള്ള ശ്രീ MR അജിത് കുമാറിന് മാധ്യമങ്ങൾക്ക് മുമ്പിലോ പൊതുജനങ്ങൾക്ക് മുമ്പിലോ അത് വിശദീകരിക്കാൻ പറ്റില്ല, അതിനുള്ള ബാധ്യതയില്ല. അപ്പോൾ ചെയ്യാൻ കഴിയുന്നത് ഏതാ? രാജ്യത്തെ ഏറ്റവും മികച്ച സംഘടനയെന്ന് അവകാശപ്പെടുന്ന RSSന്റെ നേതാക്കന്മാരായിട്ട് ദത്താത്രേയ ഹൊസബല്ലയും റാം മാധവും എന്തായിരുന്നു കൂടിക്കാഴ്ചയെന്ന് പറഞ്ഞാൽ പോരെ, ഈ പ്രശ്നം ഇവിടെ അവസാനിക്കുമല്ലോ. അല്ലെങ്കിൽ RSS ഔദ്യോഗികമായി ഇക്കാര്യത്തെക്കുറിച്ച് പറഞ്ഞാൽ മതി. പക്ഷേ ഇവിടെ സംഭവിച്ചത് എന്താ? RSSന്റെ ഉത്തരമേഖല പ്രാന്തപ്രമുഖ കള്ളം പറഞ്ഞു, BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ കള്ളം പറഞ്ഞു ഇങ്ങനെ കൂടിക്കാഴ്ച ഉണ്ടായിട്ടില്ല എന്ന്. അപ്പോൾ അവിടെയാണ് സംശയത്തിൻ്റെയും വിവാദത്തിലേക്കും വസ്തുതകൾ വളച്ചൊടിക്കുന്നതിനും വന്നിട്ടുള്ള കാര്യകാരണങ്ങൾ എന്നുള്ളതാണ്. ഇനി RSS ഇതൊന്ന് പറഞ്ഞ് തീരുന്ന പ്രശ്നമേ ഉള്ളൂ. RSS നാളെ ഒരു കുറിപ്പ് പത്രങ്ങൾക്ക് നൽകുകയാണ്, ഇതായിരുന്നു ഞങ്ങൾ തമ്മിൽ ചർച്ച നടത്തിയിരുന്നത്, ഇതായിരുന്നു ഞങ്ങളുടെ കൂടിക്കാഴ്ചയുടെ കാതൽ ഇതായിരുന്നു എന്ന് മാധ്യമങ്ങളോട് പറഞ്ഞാൽ ഹൃദയങ്ങൾ കൊണ്ട് ഐക്യപ്പെട്ട RSS ആളുകളിലേക്ക് പ്രചാരണം നടത്തുന്നത് എന്നാണ് PS ശ്രീധരൻ പിള്ള പറഞ്ഞത്. ഒരു ഹൃദയബന്ധം ഉണ്ടാക്കാൻ വേണ്ടി കൂടിക്കാഴ്ച നടത്തിയതാണ് എന്ന് RSS വിശദീകരിച്ചാൽ പാർട്ടി അതങ്ങ് തൊണ്ട തൊടാതെ വിഴുങ്ങും അല്ലേ? അങ്ങനെയല്ലേ? ഇത് നമ്മുടെ ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ മാധ്യമപ്രവർത്തകരും അതുപോലെ കോൺഗ്രസും UDFും ആഗ്രഹിച്ചുകൊണ്ടേയിരിക്കുന്നത് ഏതൊരു വിവാദമുണ്ടായാലും ആ വിവാദം കൊണ്ടെത്തിക്കേണ്ടത് മുഖ്യമന്ത്രി സഖാവ് പിണറായി വിജയനിലേക്കാണ്. അതിലേക്കൊരു നറേറ്റീവ് സൃഷ്ടിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കൊണ്ടുപിടിച്ച ശ്രമം എല്ലാ കാലത്തും നടക്കുന്നതുകൊണ്ടാണ് നിങ്ങളുടെ ഇത്തരം ആരോപണങ്ങൾ ചായക്കോപ്പയിലെ കൊടുങ്കാറ്റുകളായി അവസാനിക്കുന്നത്. വസ്തുതകൾ നിങ്ങൾ പരിശുദ്ധമായി സമീപിക്കുന്നതിന് പകരം നിങ്ങൾ വ്യത്യസ്ത വീക്ഷണകോണുകളിലൂടെ ആ വസ്തുതകളെ സമീപിക്കുന്നു എന്നുള്ളതാണ് പ്രശ്നം. ഇവിടെ വളരെ നിസ്സാരപ്പെട്ട ഒരു സംഭവം എന്നല്ല. എന്നെപ്പോലെ ഒരാൾക്ക് ശ്രീ MR അജിത് കുമാർ RSSന്റെ നേതാക്കന്മാരെ കണ്ടത്, കേരള പോലീസിന്റെ ഏറ്റവും തലപ്പത്തിരിക്കുന്ന ഒരു ഉദ്യോഗസ്ഥൻ കണ്ടത് ശരിയായില്ല. അങ്ങനെ ഒരു കൂടിക്കാഴ്ച രഹസ്യമാണെങ്കിലും സ്വകാര്യമാണെങ്കിലും ഒരു ഇടതുപക്ഷ പോലീസ് നയം കാത്തുസൂക്ഷിക്കേണ്ട ബാധ്യതയുള്ള ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ കാണാൻ പാടില്ല എന്നുള്ള അഭിപ്രായം തന്നെയാണുള്ളത്. അതാണല്ലോ CM-ലേക്ക് കാര്യങ്ങൾ എത്തിക്കാൻ മാധ്യമങ്ങൾ എന്തോ അജണ്ട നടത്തുന്നു എന്ന് പറഞ്ഞത്. ഞങ്ങളും അത് തന്നെയാണ് പറഞ്ഞത്. എനിക്കും അങ്ങേക്കും ആ കാര്യത്തിൽ ഈ മാധ്യമങ്ങൾ പറയുന്ന അഭിപ്രായം അങ്ങ് പറയുന്നതും ഒരേ അഭിപ്രായമാണ്. മാധ്യമങ്ങൾ പറയുമ്പോൾ അത് പ്രശ്നം. ഈ PV അൻവർ കഴിഞ്ഞ ദിവസം മാധ്യമങ്ങൾക്ക് മുന്നിൽ നിന്ന് ചോദിക്കുകയാണ്, മുഖ്യമന്ത്രി എന്താ വീട്ടിൽ നിന്നായതാണോ എന്ന്. ഈ നാട്ടിൽ കോൺഗ്രസിലെയോ BJPയിലെയോ പോട്ടെ, ഒരു മാധ്യമ പ്രവർത്തകനാണ് അങ്ങനെ ഒരു ചോദ്യം ഉന്നയിച്ചതെങ്കിൽ കോൺഗ്രസിന്റെ ആകട്ടെ BJPയുടെ ആകട്ടെ ഏതെങ്കിലും ഇടത് സഹയാത്രികരാകട്ടെ ഏതെങ്കിലും ഒരു മാധ്യമ പ്രവർത്തകരാണ്, അവരും അവരുടെ പിതാമഹന്മാരും പൂർവ്വ പിതാമഹന്മാരും പണ്ട് വാലറ്റ കൊരങ്ങനും വരെ സൈബർ അതിക്രമത്തിന് ഇരയാകും എന്നുള്ളതാണ് ചരിത്രം. PV അൻവർ ചോദിക്കുകയാണ്, മുഖ്യമന്ത്രി എന്താ വീട്ടിൽ നിന്നാണോ മുഖ്യമന്ത്രി ആയത്, പാർട്ടിയല്ലേ ആയതെന്ന്. ഇത്രയും കാലത്തിനിടയ്ക്ക് ഒരാൾ ചോദിക്കുമോ? ഇല്ല. അതാണ് പ്രിവിലേജ് എന്ന് പറയുന്നത്. തിരികെ സ്വാഗതം. ചർച്ചയിലേക്ക് ശ്രീ സന്ദീപ് വാര്യർ. ശ്രീ സന്ദീപ് വാര്യർ, ഇപ്പോൾ അങ്ങ് ശ്രീ PS ശ്രീധരൻ പിള്ള ഇന്ന് നടത്തിയ സംഭാഷണത്തിൽ നിന്ന് എടുത്തു പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, MR അജിത് കുമാറും RSSന്റെ നേതാക്കളും ഇവിടെ വന്നപ്പോൾ നടത്തിയ കൂടിക്കാഴ്ച രാഷ്ട്രീയമായ അയിത്തം കൽപ്പിക്കൽ കേരളത്തിൽ മാത്രമുള്ള ഒരു കാര്യമായതുകൊണ്ട് തുടർച്ച ചർച്ച ചെയ്യപ്പെടുന്നു എന്നുള്ളതാണ്. അതിൽ എന്താണ് ഇത്ര അത്ഭുതം എന്നുള്ള കാര്യമാണ് PS ശ്രീധരൻ പിള്ള തുടർച്ചയായി ചൂണ്ടിക്കാണിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. ഞാൻ നേരത്തെ അങ്ങോട്ട് ചോദിച്ചു TP സെൻകുമാറിന്റെ കാര്യവുമായി ബന്ധപ്പെട്ട്. അന്ന് BJPക്ക് എതിരഭിപ്രായം ഉണ്ടായിരുന്നു. BJPക്ക് സെൻകുമാറിനെ മാറ്റി നിർത്തിയുമായി ബന്ധപ്പെട്ട് എതിരഭിപ്രായം ഉണ്ടായിരുന്നു. അപ്പോൾ RSSനോട് BJPയോട് ചായ്വുള്ള, ഇപ്പോൾ അത് സർക്കാർ മെഷീനറിയിൽ ഉൾപ്പെടുന്നവരാകട്ടെ അല്ലെങ്കിൽ എക്സിക്യൂട്ടീവിന്റെ ഭാഗമായിട്ട് നിൽക്കുന്നവരാകട്ടെ ആരെയാണെങ്കിലും പിന്തുണത്തൊരു സ്വഭാവമാണ് തുടർച്ചയായി സാധാരണഗതിയിൽ CPM പുലർത്തി പോകുന്നത്. അതിവിടെ ഇല്ലാതെ പോകുന്നത് കൊണ്ടാണ് കോൺഗ്രസ്സുകാർ ഇത്രയധികം നാഷണൽ ഏജൻസികൾ വന്ന് വിളയാടിയിട്ട് പോലും CM-നെ തൊടാൻ കഴിയാതെ പോകുന്നത്, അല്ലെങ്കിൽ തൊടണ്ട എന്ന താല്പര്യം പ്രകടിപ്പിച്ച് പോകുന്നത് എന്നുള്ളതാണ്. രാഹുൽ ഗാന്ധി ഇവിടെ വന്ന് നേരിട്ട് ചോദിച്ചിട്ടുണ്ട്, എന്തുകൊണ്ടാണ് CM-ന് മാത്രം ഇത്രയും പ്രിവിലേജ്, ഇത്രയും പരിരക്ഷ കിട്ടുന്നത് എന്നുള്ളത്. അപ്പോഴൊക്കെ
ഇത്തരം ഇപ്പോ മുമ്പ് ലോക്നാഥ് ബെഹ്റയെ പറ്റി ഇത്തരത്തിലുള്ള വിമർശനം ഉന്നയിച്ചിട്ടുണ്ട്. ഇപ്പോ അജിത് കുമാറിനെ പറ്റി പറയുന്നു. പല നേതാക്കളെ പറ്റി ഇത്തരത്തിലുള്ള വിമർശനങ്ങൾ പ്രതിപക്ഷം ഉയർത്തിയിട്ടുണ്ട്. യഥാർത്ഥത്തിൽ RSSന് സർക്കാരിൽ വലിയ സ്വാധീനം ചെലുത്താനുള്ള പാലങ്ങളായി പല കാലങ്ങളിൽ പലർ പ്രവർത്തിച്ചിട്ടുണ്ടോ കേരളത്തിൽ? അല്ല, അതിനു മുമ്പ് നേരത്തെ അബിൻ വർക്കി പറഞ്ഞ 2 തവണ അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾക്ക് മറുപടി കൊടുക്കണം. നേരത്തെ മാവ് തടസ്സപ്പെടുത്തിയത് കൊണ്ടാണ്. ഒന്നാമത്തെ കാര്യം, ഈ 62-ലെ കാര്യം ഞാൻ പറഞ്ഞു. 62-ലെ കാര്യത്തിന് ഇന്ത്യ ടുഡേ RTI ചോദിച്ചപ്പോൾ തെളിവില്ല എന്ന് പറഞ്ഞു, രേഖയില്ല എന്ന് പറഞ്ഞു, മറുപടി കിട്ടിയെന്ന് പറഞ്ഞു. ഒന്നാമത് RTI കൊടുത്തു കഴിഞ്ഞാൽ 20 വർഷത്തിലപ്പുറമുള്ള രേഖ കിട്ടാൻ പ്രയാസമാണ്. രണ്ടാമത്തെ കാര്യം, ഇതിൽ RTIയുടെ ഒരു കാര്യമില്ല. 62 എന്ന് പറയുമ്പോൾ വളരെ വിദൂരമായിട്ടുള്ള കാര്യമൊന്നുമല്ല. 62-ലെ യുദ്ധത്തിൽ പങ്കെടുത്തിട്ടുള്ള സൈനികരടക്കമുള്ള, എൻ്റെ അച്ഛനടക്കമുള്ള സൈനികർ ഇപ്പോഴും ജീവിച്ചിരിക്കുന്നുണ്ട്. 62-ലെ രാഷ്ട്രീയക്കാർ ഇപ്പോഴും ജീവിച്ചിരിക്കുന്നുണ്ട്. സ്വർഗീയ അടൽ ബിഹാരി വാജ്പേയി പ്രധാനമന്ത്രിയായിരുന്ന കാലഘട്ടത്തിൽ പാർലമെന്റിനകത്ത് ഇതേ കാര്യം പ്രസംഗിച്ചിട്ടുണ്ട്. അന്നത്തെ രാഷ്ട്രീയ പരിണിതപ്രജ്ഞരായിട്ടുള്ള പ്രണബ് മുഖർജി അടക്കമുള്ളവർ ഇരിക്കുന്ന വേദിയിൽ ഈ കാര്യം പ്രസംഗിച്ചിട്ട് അവരാരും അതിനെ എതിർത്തിട്ടില്ല. അവരെല്ലാവരും ആ കാര്യത്തോട് യോജിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അവിടെ ഒരു തരത്തിൽ എതിർപ്പുണ്ടായിട്ടില്ല. പാർലമെന്റിനകത്ത് പ്രസംഗിക്കുന്ന പാർലമെന്റ് രേഖയാണ്, അറിയാമല്ലോ, അവിടെ പ്രസംഗിച്ചിട്ടുണ്ട്. ഒന്ന്. രണ്ടാമത്തെ കാര്യം, 62-ൽ പങ്കെടുത്തതിന് രേഖയില്ല എന്ന് പറയുന്നു. 2 ഫോട്ടോ, അന്നത്തെ പദസഞ്ചലത്തിന്റെ 2 ഫോട്ടോ ഇപ്പൊ ഞാൻ മാധുവിന്റെ വാട്സാപ്പിലേക്ക് അയച്ചിട്ടുണ്ട്. എത്രയോ കാലമായിട്ട് പ്രസിദ്ധീകരിക്കപ്പെട്ടിട്ടുള്ള 2 ഫോട്ടോ ചിത്രങ്ങളുണ്ട്. അതിൽ RSSകാരാണ് നിൽക്കുന്നത് എന്ന് ഞാൻ എങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത്? അല്ല, നിങ്ങൾ മനസ്സിലാക്കേണ്ട, ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ പ്രസിദ്ധീകരിച്ചിട്ടുള്ള, ഉത്തരവാദിത്തപ്പെട്ട സ്ഥാപനങ്ങൾ പ്രസിദ്ധീകരിച്ചിട്ടുള്ള ഫോട്ടോഗ്രാഫുകളാണ്. അത് ഇന്ത്യയുടെ ദേശീയ പതാകയും ഇന്ത്യയിലെ സൈനികർ നിൽക്കുന്നതും എല്ലാവരും കാണാം. അല്ല, നിങ്ങൾ വിശ്വസിക്കണമെന്ന് എനിക്ക് നിർബന്ധമില്ല. നിങ്ങൾ എനിക്കിപ്പോ ഈ സമയത്ത് ഇരുന്നിട്ട് അതിന്റെ ഒരു സെക്കൻഡ് മാധു ചർച്ച കുളമാക്കണ്ട. എനിക്ക് ഈ സമയത്ത് ഇരുന്ന് ഈ ചർച്ച 5 മിനിറ്റ് സമയം ആ സമയം അത് കഴിഞ്ഞ് ഞാൻ പറഞ്ഞു തന്നിട്ട് അത് RSSകാരാണെന്ന് പറഞ്ഞാൽ ഞാൻ RSSന്റെ ആന്ധ്രാപ്രദേശ് ഘടകമാണെന്നാണ് അതിനകത്ത് എഴുതിയിരിക്കുന്നത്. നത്തിങ് ഓഫ് ദിസ് സോർട്ട് എവർ ഹാപ്പൻഡ് എന്നാണ് ആർക്കൈവൽ റെക്കോർഡ്സ് പറയുന്നത്. 1 ലക്ഷത്തോളം ആളുകൾ സിറ്റിസൺ മാർച്ചിൽ പങ്കെടുത്തിട്ടുണ്ടെന്ന് പറയുന്നത്. ഇത് സിറ്റിസൺ ആണോ RSSകാരാണോ എന്ന് ഞാൻ എങ്ങനെ തിരിച്ചറിയണമെന്നാണ് ശ്രീ സന്ധ്യ വാര്യർ ആവശ്യപ്പെടുന്നത്. നിങ്ങൾ തിരിച്ചറിയുകയോ അംഗീകരിക്കുകയോ ചെയ്യണമെന്ന് ഞാൻ ആവശ്യപ്പെടുന്നേ ഇല്ല. നിങ്ങൾ ഇനി തിരിച്ചറിഞ്ഞാൽ പോലും നിങ്ങൾ അത് തിരിച്ചറിയുന്നില്ല, തെളിവില്ല എന്നേ പറയൂന്ന് എനിക്കറിയാം. അവിടെ പ്രശ്നം അതല്ല. ഞാനിപ്പോൾ ട്വിറ്ററിൽ നിന്ന് പെട്ടെന്നൊരു ഹാൻഡിൽ നിന്ന് ഡൗൺലോഡ് എടുത്താണ്. ഇത് എത്രയോ കാലമായി പൊതുസമൂഹത്തിലുള്ള ചിത്രമാണ്. ഇന്ത്യയുടെ പാർലമെന്റിൽ, ഇത് വിട്ടേക്ക്, ചിത്രം വിട്ടേക്ക്, ഇന്ത്യയുടെ പാർലമെന്റിൽ പ്രധാനമന്ത്രി അടൽ ബിഹാരി വാജ്പേയി പ്രസംഗിക്കുകയും അതിനെ ഇവരാരും എതിർക്കാതിരിക്കുകയും ചെയ്തിട്ടുള്ളതാണ്. ഇത് ദീർഘകാലമൊന്നും ആയിട്ടില്ലല്ലോ. അത് ദീർഘകാലമായിട്ടില്ല. ഇപ്പൊ നിഷേധിച്ചുകൊണ്ട് സത്യമല്ലാതാകുന്നില്ല. ഒന്ന്. രണ്ടാമത്തെ കാര്യം, 77-ൽ നമ്മൾ എല്ലാവരും ടൂർ പോകുന്നുണ്ടല്ലോ സ്വാമി വിവേകാനന്ദന്റെ സ്മാരകത്തിൽ കന്യാകുമാരിയിൽ. ആരാ അത് സ്ഥാപിച്ചത്? ആരായിരുന്നു അതിന് പുറകിൽ പ്രവർത്തിച്ചത്? RSS ആയിരുന്നില്ലേ? ഏകനാഥ് റാനഡെ എന്ന പ്രചാരകനായിരുന്നില്ലേ? അന്ന് RSS സ്ഥാപിച്ചിട്ടുള്ള സ്വാമി വിവേകാനന്ദന്റെ സ്മാരകം ഉദ്ഘാടനം ചെയ്താരാണ്? ഇന്ദിരാഗാന്ധി. ഇന്ദിരാഗാന്ധിയാണ് ഉദ്ഘാടനം ചെയ്തത്. അല്ല, ഞാൻ പറഞ്ഞോട്ടെ, ആ രേഖ ഞങ്ങളല്ല സൂക്ഷിക്കേണ്ടത്. ഞാൻ എന്ത് ചെയ്യാനാണ്? പ്രതിരോധ മന്ത്രാലയം ആ രേഖ മുന്നോട്ട് വെക്കുകയാണെങ്കിൽ നമുക്കതൊരു ഉറപ്പായും ചർച്ച നടത്താം. കോമൺ സെൻസ് വേണം മാധു, കോമൺ സെൻസ് വേണം. RTIയുടെ കാലാവധി 20 വർഷമാണ് മാധു. കോമൺ സെൻസ് എന്ന് പറയുന്ന സാധനം മാധ്യമ പ്രവർത്തകരെങ്കിലും വേണം. 20 വർഷത്തിലപ്പുറം ഒരു രേഖയും നിങ്ങൾ RTI കൊടുത്താൽ കിട്ടില്ല. കോമൺ സെൻസ് വേണം. ഇത്തരം കാര്യങ്ങൾ പറയും. അത്രയോ കാര്യത്തിൽ പറയാനുള്ളൂ. കോമൺ സെൻസ് വേണം. RTI നിയമം എന്താണെന്ന് അറിയാം. അതിലപ്പുറം നിങ്ങൾക്ക് കിട്ടില്ല. വെറുതെ ചുമ്മാ പറയല്ലേ. ഇതെല്ലാം പാർലമെന്റിനകത്ത് പ്രത്യേകിച്ചാണ്. പാർലമെന്റ് രേഖകളുണ്ടല്ലോ. നിങ്ങൾക്ക് പാർലമെന്റ് രേഖകൾ വിശ്വാസമുണ്ടോ? പാർലമെന്റ് രേഖകൾ വിശ്വാസമുണ്ടോ? പാർലമെന്റിനകത്ത് രേഖകൾ വിശ്വാസമുണ്ടോ? പ്രധാനമന്ത്രി പാർലമെന്റിനകത്ത് പ്രസംഗിച്ചതിന് വിശ്വാസമുണ്ടോ? പാർലമെന്റിനകത്ത് പ്രധാനമന്ത്രി പ്രസംഗിച്ചതിന് വിശ്വാസമുണ്ടോ? പാർലമെന്റിനകത്ത് പ്രധാനമന്ത്രി പ്രസംഗിച്ചതിന് വിശ്വാസമുണ്ടോ? അങ്ങ് കേട്ടല്ലോ അല്ലേ? അപ്പൊ അങ്ങനെ ചോദിക്കാമെങ്കിൽ പാർലമെന്റിനകത്ത് പ്രസംഗിച്ചിട്ടുണ്ട് പ്രധാനമന്ത്രി. രേഖ, ഒരു പുസ്തകത്തിലെ പരാമർശം, അങ്ങനെ പലത് ഇന്ത്യ ടുഡേ തുടങ്ങിയ മാധ്യമങ്ങളിൽ ഒരു റെക്കോർഡും ഇല്ലാത്തൊരു കാര്യം ഈ കാലഘട്ടത്തിൽ ചരിത്രത്തിൽ എന്തൊക്കെ മാറ്റങ്ങൾ വരുത്താൻ ചരിത്രം പറയുന്നത് എങ്ങനെ ശരി. അങ്ങും കാര്യമൊന്നുമില്ല. എന്നെ തടസ്സപ്പെടുത്തി ബഹളം വെച്ച് അബിൻ വർഗീസ് സമയം പറയുന്ന രാഷ്ട്രീയ അയിത്തം ഒരു ക്രിമിനൽ സ്വഭാവമാണ്. അത് CPM-നോ കോൺഗ്രസിനോ RSS-നോട് ഇല്ല എന്നുള്ളതാണ് ഇന്ന് BJP-യുടെ നേതാക്കൾ അവകാശപ്പെടുന്നത്. പൊതുവേദിയിൽ ഉണ്ടോ എന്ന് CPM പറയട്ടെ, കോൺഗ്രസ് പറയട്ടെ. വളരെയധികം നന്ദി പാനലിസ്റ്റുകൾക്കും പ്രേക്ഷകർക്കും.